കേന്ദ്രവും നമ്മുടെ ഗ്രന്ഥശാലയും കൂടി സംയുക്തമായി നടത്തിവരുന്ന ദൂരദർശന പഠന ക്ലാസിൻ്റെ 27ാം ദിവസമാണ് ഇന്ന് പ്രഭാഷണം നടന്നായിരുന്നത്. ശ്രീ ഗിരീഷ് പുലിയൂർ, പ്രശസ്ത കവി ശ്രീ ഗിരീഷ് പുലിയൂരാണ്. അദ്ദേഹത്തിന് അസൗകര്യമായതുകൊണ്ട് അദ്ദേഹം യാത്രയിൽ നിന്നാണ്. അത് കാരണം അസൗകര്യം അറിയിച്ചത് കാരണം നമ്മുടെ ഈ പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ വിശ്വനാഥ സാറാണ് ക്ലാസ് എടുക്കുന്നത്. ശ്രീനാരായണ ഗുരുവും യുക്തിചിന്തയും എന്നാണ് വിഷയം. വിശ്വനാഥ സാർ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലും പബ്ലിക് സർവീസ് കമ്മീഷനിലൊക്കെ തന്നെ സർവീസ് ഇരിക്കവേ എസ് എൻ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം അധ്യാപകനായി ജോലി പ്രവേശിക്കുകയും 20 വർഷക്കാലം അധ്യാപക വൃത്തി കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങി വീണ്ടും പുറത്ത് തന്നെ അധ്യാപക വൃത്തി തുടർന്ന് വരികയായിരുന്നു. സാറ് 2014 സർവീസിന് വിരമിച്ചു. ഇതിനുശേഷം സാറ് ആനുകാലികങ്ങളിൽ മറ്റൊക്കെ തന്നെ ലേഖനങ്ങൾ എഴുതുന്ന ആ ഒരു ശീലം സാറിനുണ്ടായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി നമ്മുടെ ഈ പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ട് ശ്രീനാരായണ ഗുരു അന്തർദേശീയ പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ട് ചുമതല വഹിച്ച് വരികയാണ്. സാറ് ഈ ഗുരുദേവൻ്റെ ദർശനങ്ങളും ഗുരുദേവൻ്റെ ശ്രീനാരായണ സാഹിത്യമൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അന്തർ സംസ്ഥാന തലത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനും മറ്റൊക്കെയുടെ ആന്ധ്ര, കർണാടക തുടങ്ങിയ മറ്റു പല സ്ഥലങ്ങളിലും ഈ ഗുരുവിൻ്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ 100% വ്യാപൃതനായിരിക്കുന്ന ഒരാളെ കൂടിയാണ്. നമ്മുടെ ഇവിടുത്തെ ഈ സംരംഭത്തിനോട് ഈ സംരംഭം വിജയിപ്പിച്ചെടുക്കുന്നതിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി നമ്മൾ അങ്ങേറ്റം കൂറ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാന്യദേഹം കൂടിയാണ് സാർ ശിശുപാലൻ സാർ. അപ്പോൾ സാറ് ഇന്ന് ഇവിടെ സാറിവിടെ എല്ലാ ദിവസവും വരുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ആഡിയൻസിനാർക്കും തന്നെ സാറിൻ്റെ മറ്റു ബാക്ക്ഗ്രൗണ്ട് അറിയില്ല. അതുകൊണ്ടാണ് വളരെ ചുരുക്കി ഞാൻ പറഞ്ഞത്. സാറിൻ്റെ ഇന്നത്തെ വിഷയം ശ്രീനാരായണ ഗുരുവും യുക്തിചിന്തയുമാണ്. ഇത് വളരെ വളരെ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ്. എങ്കിൽ പോലും എല്ലാ ഗുരുദേവ ഭക്തരും ഈ വിഷയം എല്ലാ ദിവസവും പലപ്പോഴും പല രൂപയുടെയെങ്കിലുമൊക്കെ തന്നെ ഗുരുവിൻ്റെ യുക്തിപരമായിട്ടുള്ള ചില തീരുമാനങ്ങളും നിഗമനങ്ങളൊക്കെ തന്നെ തമാശ രൂപയൊക്കെ പറഞ്ഞു പോണെങ്കിലും ശ്രദ്ധിക്കപ്പെടാതെ വന്ന കാര്യമാണ്. ഈ വിഷയങ്ങളെ എങ്ങനെ സമീപിക്കണമെന്നതിനെ സംബന്ധിച്ച് ഗുരുവിൻ്റെ നിലപാടുകളെ സംബന്ധിച്ചൊക്കെ തന്നെ സാറിനോട് വിശദമായി സംസാരിക്കും. ഈ സാറിനെ ഈ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യും. അതോടൊപ്പം ഇവിടെ ഇരിക്കുന്ന മറ്റ് കേൾക്കാൻ വന്ന എല്ലാവർക്കും ഈ സംഘടനയുടെ സ്വാഗതം നൽകുന്നു. ജനങ്ങളെ, ഞാൻ ആദ്യമായിട്ടൊരു ജാമ്യം എടുക്കുകയാണ്. നമ്മളുടെ പല ധാരണകൾക്കും യോജിക്കുന്ന കാര്യമായിരിക്കില്ല ഞാൻ പറയാൻ പോകുന്ന പല കാര്യങ്ങൾ. അതുകൊണ്ട് കുമാരനാശാൻ പറഞ്ഞതുപോലെ മദ്വചനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിക്കായി മാപ്പ് നൽകും. അതായത് അപ്രിയ സത്യം പറയുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്രിയ സത്യം പറയുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്രിയ സത്യം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്രിയ സത്യം പറയുകയാണ്. ഈ തമിഴിലെ ഒരു തമിഴ് ചൊൽമാലെ എന്ന് പറഞ്ഞൊരു ഒരു കണ്ടീഷൻസ് ഉണ്ട്. ഇമ്പമാകെ പേശുക, ഇനിമയാകെ പേശുക, ഇങ്ങനെ അത് പറയും. പറഞ്ഞ് അവസാനം പറയുന്നത് പേശാതിരുന്നും പഴയുക. അവസാനം പറയാതിരിക്കും. ചിലയിടത്ത് നമ്മൾ ഉണ്ടായിരിക്കേണ്ട ആവശ്യമുണ്ട്. സഭയറന്ത് പേശുക, ഇങ്ങനെയൊക്കെ ഒരു പറയുന്നു. 10 വാചകം. നമ്മുടെ സർവവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് ഗുരുദേവനെക്കുറിച്ചൊരു വോളിയം ഇറക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേറ്ററി മീറ്റിങ്ങിൽ ഞാനും പങ്കെടുത്തിരുന്നു, വിഷയനിർണയത്തിന് വേണ്ടി. അത് നമ്മുടെ ശിവഗിരി മഠത്തിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ ഒരു ചർച്ച നടന്നു. സത്യാനന്ദ സ്വാമി ഉണ്ടായിരുന്നു. വേറെ പലരും അഭിപ്രായങ്ങൾ പറഞ്ഞു. വളരെ വിദഗ്ധന്മാരായ സാഹിത്യത്തിൽ വളരെ വിദഗ്ധന്മാരായ ആളുകളുണ്ടായിരുന്നു.
അപ്പോൾ അവിടെ ഒരു പരാമർശം വന്നു. ഗുരുദേവനെക്കുറിച്ച് എഴുതുന്നത് പലപ്പോഴും എഴുതുന്ന ആളിൻ്റെ ഒരു ധാരണയ്ക്കനുസരിച്ചായി പോകാറുണ്ട്. പല പുസ്തകങ്ങളിലും അതിൻ്റെ ഈ എവിടെ നിന്നാണ് ആ വിവരം കിട്ടിയത് എന്നുള്ള ഒരു ഇല്ല, അതിനൊരു ബിബ്ലിയോഗ്രഫി കാണത്തില്ല. അപ്പോൾ ഒരുപാട് പേര് എഴുതുന്നു. എഴുതുന്നതിൻ്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഗുരുവിനോടുള്ള ആരാധനയും ഭക്തിയുമാണ്, ഗുരുവിനെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹമാണ്. നമ്മളുടെ പുസ്തകം എഴുതുമ്പോൾ ഒരുപാട് വായിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് ആ ഒരു ആസ്പെക്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ ഗുരു പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് ഗുരു പറഞ്ഞതാണോ ഇല്ലയോ എന്നൊക്കെ സംശയം ജനിക്കുന്ന രീതിയിൽ പലരും അഭിപ്രായം പറയാറുണ്ട്. അന്ന് രാത്രി ഞാനിങ്ങനെ ഈ വിഷയം ആലോചിച്ചിട്ട് മ്യൂസ് മേരി എന്ന് പറഞ്ഞൊരു ടീച്ചറാണ് ഇതിൻ്റെ ഡയറക്ടർ. അപ്പോൾ രാത്രിയപ്പോൾ ഞാൻ അവരൊന്ന് വിളിച്ചു. നിങ്ങൾ വിഷയം നിർണ്ണയിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ നിങ്ങളൊരിക്കലും ഈ ഗുരുദേവനും യുക്തി ചിന്തയും എന്നുള്ള ഒരു ഘടകം അതിനകത്ത് വന്നില്ലല്ലോ ഞാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് കൗതുകം തോന്നി. അത് ശരിയാണ്, അങ്ങനെയാണ്, അത് ഉൾപ്പെടുത്താം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ചില വായനയൊക്കെ നടത്തി, ചില കുറിപ്പൊക്കെ എടുത്തു. അപ്പോൾ ആ എഴുതാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത്. ഒരുപാട് എഴുതി, ഞാൻ പേജുകൾ എഴുതി, പക്ഷേ അവർക്കൊരു 250 വാക്കിലാണ് എഴുതി കൊടുക്കേണ്ടത്. പേജുകൾ എഴുതി അതിന് എഡിറ്റ് ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രവണതകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശ്വാസത്തിൻ്റെയും അതുപോലെ അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിലൊക്കെയുള്ള ഒരുപാട് കീഴ്വഴക്കങ്ങളും ക്രമങ്ങളും ഒക്കെ ഉണ്ട്. പലപ്പോഴും നമ്മൾ ഈ എല്ലാം പറഞ്ഞു വരുമ്പോൾ എല്ലാവരും പറയുന്നൊരു വാചകമുണ്ട്, ദൈവത്തിന് നിരക്കുന്നതായിരിക്കണം. ഈ ദൈവത്തിന് നിരക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്യരുത് എന്ന് നമ്മളെല്ലാവരും പാലിച്ചിരുന്നുവെങ്കിൽ നമ്മളിന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് വാർത്തകൾ ഒഴിവാക്കപ്പെടുമായിരുന്നു. ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്യരുത്. എന്തായാലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാത്വികമായി ജീവിക്കണമെന്നാണ് അത് ഉദ്ദേശിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവത്തിന് നിരക്കുന്നതും നിരക്കാത്തതുമായ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് എന്താണ്, നമ്മളത് പാലിക്കുന്നുണ്ടോ? ഒരു സംശയമാണ് എൻ്റെ. അതുപോലെ നമ്മൾ പറയാറുണ്ട്, അത് അവൻ്റെ വിധിയാണ്, ഇങ്ങനെ നമ്മൾ പറയാറില്ല, വിധിയാണ് എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു വർത്തമാനമുണ്ട്. അപ്പോൾ നമ്മൾ വിധിയെ പഠിക്കുന്നു, അല്ലെങ്കിൽ വിധിയാണെന്ന് പറയുന്നു. നമ്മുടെയൊക്കെ അനുഭവം ചിലപ്പോൾ അങ്ങനെയൊക്കെ ആകാം. നമ്മൾ അപ്രതീക്ഷിതമായി നമുക്ക് ചില ദോഷങ്ങളുണ്ടാകാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള, നമ്മുടെ പ്രവൃത്തികൾക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചടികളുണ്ടാകാം. വിധി എന്ന് പറയുന്നത് നമ്മൾ ആശ്വാസം കൊള്ളുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള നമ്മളെ ധാരണകളുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ വായനയിൽ നിന്ന്, എൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരുമായി നടത്തിയ ആശയവിനിമയങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാരണം, ഒരു സത്യം, ഈ നമ്മൾ ജീവിക്കുന്ന സമൂഹം ശ്രീനാരായണ ഗുരുവിന് മുൻപും ഗുരുവിന് ശേഷവും എന്നൊന്ന് വിഭജിച്ചാൽ കാര്യകാരണ അടിസ്ഥാനത്തിൽ വിശകലനാത്മകമായി കാര്യങ്ങളെ കാണാൻ ജനത്തിന് പ്രേരണ നൽകിയത്, അല്ലെങ്കിൽ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ കഴിവുണ്ടാക്കിയത് ഗുരുവിൻ്റെ ദർശനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനങ്ങനെ മനസ്സിലാക്കുന്നത് 2 രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. 1916 വരെ, അതിനുശേഷമുള്ള ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾ 1916 വരെയാണ്. പലപ്പോഴും അതിനുശേഷമൊക്കെ നടന്നിട്ടുണ്ടാകും. എങ്കിലും ഈ അമ്പലങ്ങളും പ്രതിഷ്ഠയും ഒക്കെ ഈ ഒരു നിലയ്ക്ക് നമ്മൾ ആവശ്യമാണെന്നുള്ളത് ഗുരുവിനോട് ചോദിച്ചിട്ടുള്ള പലരോടും ഗുരു പറഞ്ഞിട്ടുള്ള മറുപടി, അവരെ ഉണർത്തണമെങ്കിൽ, അവരെ ആയുധമണിയിക്കണമെങ്കിൽ ഇത് ആവശ്യമാണ്. ഏറ്റവും കൂടുതൽ ഗുരുവിനെ ഇക്കാര്യത്തിൽ വിമർശിച്ചിട്ടുള്ളത് നമ്മുടെ മലബാറിലുള്ള ഒരു ചിന്തകനാണ്. നിങ്ങളെന്തിനാണ് ഇങ്ങനെ കല്ല് എടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത്, അവിടെ കല്ല് പ്രതിഷ്ഠിക്കുന്നത് എന്തിനാണ് ചോദിച്ചത്. അപ്പോൾ ഒരു ജനതയെ ഒറ്റയടിക്ക് മാറ്റാൻ പറ്റില്ല. അവരെ നമ്മളെ ഒരു പ്രത്യേക രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അവരെ കൂടെ യാത്ര ചെയ്യണം, അവരെ മനസ്സിലാക്കണം, അവരുടെ ചുറ്റുപാട് മനസ്സിലാക്കണം, അവരുടെ കഴിവുകൾ മനസ്സിലാക്കണം.
അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കണം. ആ നിലയ്ക്ക് ഗുരു സഞ്ചരിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. 1888 മുമ്പ് അല്ലെങ്കിൽ ഈ വാരണപ്പള്ളിയിൽ പോയി നമ്മുടെ ഈ സംസ്കൃത പഠനം കഴിഞ്ഞ് വന്നിട്ട് ഗുരു നടത്തിയ യാത്രകളെല്ലാം ഗുരു സാധാരണക്കാരുടെ ഒപ്പമാണ് ജീവിച്ചതെന്നുള്ളതാണ്. അന്ന് ഈ പറയുന്ന തിരുവിതാംകൂറിൻ്റെ തെക്കൻ ഭാഗത്തൊക്കെ മൃഗബലിയും കോഴി അറുക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിന്നിരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി അതിനെല്ലാം, അത് മാത്രമല്ല അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചിരുന്ന ജനങ്ങളെ, അവരുടെ സ്വാതന്ത്ര്യമില്ലായ്മ, അവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന അവകാശങ്ങൾ, അഭിപ്രായം പറയാൻ പറ്റില്ല, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ വരാൻ പറ്റില്ല, ഇതെല്ലാം നേരിട്ട് കണ്ടുവെന്നുള്ളതാണ്. ഞാനെനിക്ക് ഒരു സംഭാഷണ മധ്യേ സച്ചിദാനന്ദ സ്വാമിയോട് പറഞ്ഞു, സ്വാമി ഞാനൊരു ഒരു വലിയ ഒരു ഒരു ആത്മീയ കാര്യങ്ങളിൽ മുഴുകുന്ന ഒരാളല്ല. ശരിയാണ്. ഗുരുവിനൊരിക്കലും അന്ന് മനുഷ്യർ ജീവിച്ചിരുന്ന കഷ്ടപ്പാടുകളെ കാണാതിരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പിന്നെ സ്വാമി പറഞ്ഞാണ്, ആത്മോപദേശ ശതകവും ദർശനമാലയും എഴുതിയ ഗുരു വെറും സാമൂഹ്യ പരിഷ്കർത്താവാണെന്ന് പറഞ്ഞാൽ അതിൽ യുക്തിയുണ്ടോ എന്ന് എന്നോട് ചോദിച്ചത്. അപ്പോഴാണ് എനിക്കും അത് ബോധ്യപ്പെട്ടത്. അപ്പോഴാണ് അത് ബോധ്യപ്പെട്ടത്. പക്ഷേ പല വിശ്വാസങ്ങളും ആചാരങ്ങളും യുക്തിഹീനമാണെന്നും അത് നമുക്ക് ആവശ്യമില്ല എന്നും പല സന്ദർഭങ്ങളിലും പ്രായോഗികമായി ഗുരു പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എത്ര പേരാണ് ആ ഭാഗത്തെ നമ്മൾ കാണുന്നത്? ആ ഭാഗത്തോടുള്ള നമ്മുടെ സമീപനം എന്താണ്? നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇതിന് നിരക്കാത്ത ഒരു കാര്യങ്ങളെ നമ്മൾ എന്തിന് പിന്തുടരണം, എന്തിന് പാലിക്കണം എന്നുള്ളതാണ്. അത് ആ ഒരു നിലയ്ക്കാണ് അതിനെ നമ്മൾ കാണേണ്ടത്. നമ്മൾ ലോക ചരിത്രം എടുത്താൽ 15-ാം നൂറ്റാണ്ട് 14-15-ാം നൂറ്റാണ്ടുകളിൽ അന്ന് ക്രിസ്തുമതം അല്ലെങ്കിൽ പേപ്പസി എന്ന് പറയും, പോപ്പിൻ്റെ അധികാരം യൂറോപ്പിനെ മുഴുവനും കെട്ടിവരിഞ്ഞിരുന്നു. അവിടെ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. പോപ്പിനെയോ വിശ്വാസങ്ങളെയോ ചോദ്യം ചെയ്യുന്നവരെ ഹെറിറ്റിക് മതനിന്ദ കുറ്റം ആരോപിച്ച് അവരെ ശിക്ഷിക്കുമായിരുന്നു, ജീവനോടെ കൊല്ലുമായിരുന്നു. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെയും വളർച്ചയൊക്കെ വരുന്നൊരു സമയമായിരുന്നു. ബ്രൂണോ എന്ന് പറഞ്ഞ ഒരാളിനെ ജീവനോട് ചുട്ടുകൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ പോപ്പിൻ്റെ അധികാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് പോപ്പ്. ആ നിലയ്ക്കാണത് വന്നതെന്നുള്ളതാണ്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വരികയും അങ്ങനെ മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ ആൾ പോപ്പിൻ്റെ അന്നത്തെ ഒരു വലിയ പള്ളിയുടെ ചുവരിൽ അദ്ദേഹത്തിൻ്റെ സൂക്തങ്ങൾ എഴുതി വെച്ചു, പോപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട്. മാർട്ടിൻ ലൂതറിനെ അന്ന് സഹായിക്കാൻ ആളുള്ളതല്ല, അദ്ദേഹം കൊല്ലപ്പെട്ടില്ല. അങ്ങനെയാണ് ഈ പ്രൊട്ടസ്റ്റൻ്റ് മതം ഉണ്ടാകുന്നത്. അന്ന് മുതലാണ് ഈ റാഷണലിസം എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന യുക്തിചിന്തയുടെ ഒരു പ്രകടനം കാണുന്നത്. ആ നിലയ്ക്ക് നമ്മൾ നോക്കിയാൽ ഈ യൂറോപ്യന്മാർ വന്നിടത്തെല്ലാം യൂറോപ്യൻ ആശയങ്ങളും വരും. ഇപ്പം ഫ്രാൻസിൽ നടന്ന വിപ്ലവം ഇതിനെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടായി. ഈ പറഞ്ഞ അതിന് മുമ്പുള്ള കാര്യം പറയാൻ പോയ ഒരുപാടുണ്ട്. പോപ്പിൻ്റെ ആ വിശ്വാസങ്ങളും അന്നിങ്ങനെ ഈ മൊണാസ്ട്രി സംവിധാനവും ഒക്കെ എല്ലാവരും ഇങ്ങനെ അവർ ഭരിച്ചിരുന്നതും അവിടെ മനുഷ്യനെ ഉപദ്രവിച്ചിരുന്നതും ഒക്കെ ഒരു വലിയ ചരിത്രമാണത്. അപ്പം ഇത് ഒരു ആരംഭമായിരുന്നു. അപ്പം ഒരുപാട് വിശ്വാസങ്ങളെയും പ്രമാണങ്ങളെയും, അതായത് നമ്മളിങ്ങനെ പറയുമല്ല ഈ ലംഘിക്കാൻ പാടില്ലാത്തത് എന്നുള്ള അത്തരം പ്രമാണങ്ങളെയും സാമാന്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുകയും അതിൻ്റെ പിന്നിലുള്ള സത്യം കണ്ടെത്തുകയും ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ ശ്രമിച്ചു. അങ്ങനെ വന്നപ്പോൾ പല ആചാരങ്ങളും അനാവശ്യമാണെന്നും പല ആചാരങ്ങളും മനുഷ്യവിരുദ്ധമാണെന്നും പല ആചാരങ്ങളെയും നമുക്ക് ലംഘിക്കപ്പെടേണ്ടതാണെന്നും എന്നുള്ളൊരു ചിന്ത ഉണർന്നു വന്നു. ഇപ്പം നമ്മൾ നോക്കുക, ഞാൻ വിമർശന ബുദ്ധിയായിട്ടല്ല, ഞാൻ ഒബ്സർവ് ചെയ്ത എനിക്ക് തോന്നിയ ഒരു ഒരു വസ്തുത ഞാൻ പറയുകയാണ്. നമ്മൾ ഗുരുദേവൻ്റെ കൃതികളെയും ഗുരുദേവനിലുള്ള ആത്മീയ അംശത്തേക്കുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, അതുപോലെ പ്രാധാന്യമുണ്ട്. ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ഭൗതികതയെന്നോ ആത്മീയതയെന്നോ പറഞ്ഞൊരു വേർതിരിവ്
വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു റീഡിങ്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഭൗതികത ആത്മീയത ഒന്നുമില്ല. നമ്മൾ ആ ആത്മോപദേശ ശതകത്തിലെ ആ ഒരു ചെറിയ ഇതെടുത്താൽ മതി. ഇവൻ എന്നതൊക്കെ ഓർത്താൽ അവനയിൽ ആദിമമായൊരു ആത്മരൂപം, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരികയാണ്. ഇവിടെ ഈ രണ്ട് അംശവും നമുക്ക് കാണാൻ കഴിയും. എൻ്റെ ഒരു വ്യാഖ്യാനവും എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇതിൻ്റെ ആധികാരികതയിലേക്കൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങനെയാണ് കാണുന്നത്. ഇത് രണ്ടും നോക്കിയാൽ ഒന്നെന്താണ്, ഞാനും നീയും എന്നൊക്കെ പറഞ്ഞാൽ ആദിമമായ ഒരു സത്യത്തിൻ്റെ റിഫ്ലക്ഷനാണ്, അതാണെന്നുള്ളത്. ആ ആത്മരൂപത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിൻ്റെ സുഖത്തിന് വേണ്ടി ചെയ്യുന്നത് മറ്റവന് ഉപദ്രവം ആകാതെയെങ്കിലും ഇരിക്കണം. ആത്മസുഖത്തിന് ചെയ്യുക എന്നുള്ള ഈ ആത്മസുഖം എന്നുള്ള വാക്ക് പലപ്പോഴും മതത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ആത്മസുഖം. ആത്മസുഖത്തിന് നമ്മൾ എന്ത് അർത്ഥമാണ് കൽപ്പിക്കുന്നത്? പലപ്പോഴും അതിനൊരു ആത്മീയ അംശം കലർന്നു വരുന്ന ഒരു ആത്മസുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഖം, എൻ്റെ സുഖം എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ എല്ലാവരും സുഖമായി ജീവിക്കണം, അല്ലേ? ഈ നമ്മുടെ അതിനല്ല ഈ ദൈവദശകത്തിൻ്റെ അവസാനം പറയുന്നത് എല്ലാവരും സുഖമായി ജീവിക്കണം. അപ്പോൾ ഈ സുഖം എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ആ സുഖം നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ല വീട്ടിൽ താമസിക്കാൻ, നല്ല വസ്ത്രം ധരിക്കാൻ, നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ, ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുക. അപ്പോൾ അസമത്വങ്ങൾ നിലനിന്നിരുന്ന ഈ അസമത്വങ്ങൾക്കെല്ലാം അടിസ്ഥാനമായിരുന്നത് ഈ പറയുന്ന അന്നത്തെ വിശ്വാസങ്ങളും ആചാരങ്ങളുമായിരുന്നു. പലപ്പോഴും പലരും ഇങ്ങനെ ഈ ഒരു അവജ്ഞയോടൊരു ബ്രാഹ്മണ്യം എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്കങ്ങനെ പറയുന്നതിനോട് യോജിപ്പില്ല. അവർ അന്ന് നിലനിന്നിരുന്ന സാഹചര്യത്തിൽ അവർക്ക് അപ്രമാദിത്വം ഉണ്ടായിരുന്നു, അവർക്ക് ബുദ്ധി ഉണ്ടായിരുന്നു, അവർക്ക് വേദങ്ങളെല്ലാം കാണാതെ പഠിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, അവർക്ക് ആരാധന നടത്താനുള്ള പൂജ നടത്താനുള്ള പ്രിവിലേജ് ഉണ്ടായിരുന്നു, സമൂഹത്തിലെ പ്രിവിലേജ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള അവരുടെ ഒരു അത് നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അത് ശരിയാണ്. അതങ്ങനെ സംഭവിച്ചു. ചരിത്രം എപ്പോഴും ഇങ്ങനെ നേർരേഖയിലൂടെ അല്ല പോകുന്നത്. ചരിത്രം അതിങ്ങനെ പല വഴികളിലൂടെ വരുന്നതാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ നോക്കും. ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം 8-ാം നൂറ്റാണ്ട് വരെ, 8-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് ഈ ബ്രാഹ്മണരുടെ അല്ലെങ്കിൽ നമ്പൂതിരിമാരുടെ അധിനിവേശം വരുന്നത്, അവരിങ്ങോട്ട് കടന്നു വരുന്ന സമയത്താണ് 8-ാം നൂറ്റാണ്ട്. 8-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ജാതി ഇല്ലായിരുന്നു എന്നാണ്. ആളുകളുണ്ട്, തൊഴിൽ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തൊരു വിവേചനമില്ലായിരുന്നു എന്നാണ്. ഓരോരുത്തരെയും ഓരോ പേരിൽ അറിയപ്പെട്ടിരുന്നു അവർ ചെയ്യുന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ. പുലം, നിലമെന്ന് അപ്പോൾ അതിൽ പ്രവർത്തിക്കുന്നവൻ പുലയൻ എന്നുള്ളവരുണ്ട്. ആ നിലയ്ക്ക് ഇങ്ങനെയുള്ള പേരുകളല്ലാതെ എന്താണ് സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. ആർക്ക് എവിടെയും പോയി അധ്വാനിച്ച് അതിൻ്റെ അനുഭവം, അതിൽ കിട്ടുന്ന അനുഭവം സ്വയം അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഒരു ക്രമമുണ്ടായിരുന്നു, ഒരു തരം സാഹോദര്യം നിലനിന്നിരുന്നു, വളരെ ചെറിയ ഫോമിലാണെങ്കിലും. അത് കഴിഞ്ഞിട്ട് ഇവരുടെ അധിനിവേശത്തോടു കൂടിയാണ് ഈ കുറേശ്ശെ സമൂഹത്തിലെ വേർതിരിവുകളും അതിർവരമ്പുകളും ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു പോയ ജാതിയിൽ അധിഷ്ഠിതമായ ലോകത്തിലെ വേറൊരു സ്ഥലത്തും ഇങ്ങനെ ഒരു സാമൂഹ്യ ക്രമം ഉണ്ടായിട്ടില്ല എന്നാണ് വിദഗ്ധന്മാർ പലരും പറയുന്നത്. ഇത്രയും ജാതി അടിസ്ഥാനപ്പെടുത്തിയ സാമൂഹ്യക്രമം ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തും കാണാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. ഈ ആളുകൾ ഇങ്ങനെ പോയി ആ നിലയ്ക്കുള്ള ഒരു തട്ടായിട്ട് ആളുകളെ ഇങ്ങനെ നിലനിർത്തുകയും അതിൻ്റെ പരിപാലനം എന്ന് പറയുന്നത് രാജാവിൻ്റെയും അതുപോലുള്ള ആളുകളുടെയും ഉത്തരവാദിത്തമാണെന്നും ഏറ്റവും താഴ്ന്ന നിലയിലുള്ളവനും ഇത് പാലിക്കണമെന്നും പാലിച്ചില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാകും, നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുമൊക്കെ പറഞ്ഞ് അടിച്ച് അവിടുത്തെ തലച്ചോറിൽ കയറ്റി ഈ നിലയ്ക്ക് സമൂഹത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അവിടെയാണ് ആദ്യമായി ഞാൻ പറയുന്നു, ആദ്യമായി എന്ന് പറയാൻ കാരണം വേറെ പലരുമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണം ഈ ഹിന്ദുമതത്തിൻ്റെ ഉപവിഭാഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുമതം എന്നൊരു മതമില്ലല്ലോ, ഒരുപാട് വിശ്വാസങ്ങളുടെയും ഒരുപാട് ആചാരങ്ങളുടെയൊക്കെ ഒരു സംഘാതമാണ്, ഒരു കൂട്ടിച്ചേരലാണ് ഈ ഹിന്ദുമതം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഹിന്ദുമതം എന്ന നിലയ്ക്ക് തന്നത് ബ്രിട്ടീഷുകാരാണ്. ഹിന്ദുമതം എന്നുള്ള നിലയ്ക്ക് തന്നത് ബ്രിട്ടീഷുകാരാണ്. അവർ നടത്തിയ ഒരു സെൻസസിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒഴിവാക്കി ബാക്കി എല്ലാ ആളുകളെയും ഹിന്ദുവാണെന്ന് പറഞ്ഞു. നമ്മുടെ ഭരണഘടനയുടെ 25-ാം അനുച്ഛേദത്തിൽ ഹിന്ദു എന്ന് പറയുമ്പോൾ എന്നെ ആളുകളാണ്.
അപ്പോൾ ആലോചിച്ച് നോക്കുക, ബ്രാഹ്മണൻ മുതൽ ഇങ്ങനെ അറ്റത്തെ ചണ്ടാളൻ വരെയുള്ള ആളുകളെ ബ്രിട്ടീഷുകാർ ഹിന്ദു ആക്കി എന്നുള്ളതാണ്. അത് അങ്ങനെ ആ നിലയ്ക്കാണ് ഹിന്ദു എന്നൊരു ഒരു അടിസ്ഥാനം തന്നെ വരുന്നത്. പിന്നെ അതിനൊരു തീവ്ര സ്വഭാവം ഉണ്ടായി, ഒരു വിഭാഗക്കാർ ആ മതത്തെ സംരക്ഷിക്കണമെന്നാണ്. ഇപ്പോൾ മതങ്ങളെ നമ്മൾ മൊത്തത്തിലെടുക്കുമ്പോൾ പലതരത്തിലുള്ള മതങ്ങളെ നമുക്ക് കാണാൻ ആ രീതിയിൽ കാണാൻ കഴിയും. ആചാരങ്ങളധിഷ്ഠിതമായിരിക്കുന്ന പല വിശ്വാസങ്ങളും ചേർന്നാണ് മതങ്ങൾ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പൊതു വിശ്വാസമില്ല. ഒരു വിഭാഗം ആളുകൾ മാത്രം ഉള്ള ഒരു വരേണ്യരായ ഒരു വിഭാഗവും അല്ലാത്തവരും എന്നുള്ള വേർതിരിവ് അന്നും ഉണ്ടായിരുന്നു, ഇന്നും നിലനിൽക്കുന്നതാണ്. അത് ഏറ്റക്കുറച്ചിലോടുകൂടിയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, അന്ന് നിലനിന്നിരുന്ന വ്യവസ്ഥയിൽ പിന്നെ ഹിന്ദു ആചാരം എന്ന് പറയുമ്പോൾ നമ്മുടെ മാടൻ കോവിലുണ്ടാക്കി അവിടെ കോഴി വെട്ടിയാലും അത് ഹിന്ദു ആചാരമാണ്. അവിടെ ഒരു ഹിന്ദു ആചാരമുണ്ട്, ഏതെങ്കിലും പ്രത്യേക വിഭാഗക്കാരെ ചെയ്യുമായിരുന്നു. കുറച്ച് മുകളിലോട്ട് പോകുമ്പോൾ അമ്പലങ്ങൾ പണിഞ്ഞ് അവിടെ ഇവരെ ആരെയും കയറ്റുന്നുമില്ല, ഇവരെ ആരെയും അങ്ങോട്ട് കയറ്റുന്നില്ല. അവരൊരു ഒരു ഒരു എന്താണത്, അതിനെ പറഞ്ഞു വരുന്നതാണ് വേദാന്തവും അതുപോലെയുള്ള വൈദിക കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്ന ആളുകൾ വേറെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വിഭാഗീയമായി ഇതിനെല്ലാം മാറ്റിയിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചാർവാക മതം എന്നൊരു മതമുണ്ടായിരുന്നു. ചാർവാകന്മാർ അത് പല വിവരണങ്ങളിലും ഇങ്ങനെ അവനെ കൊല്ലണം, ചാർവാകനെ കൊല്ലണം എന്ന് പറയും. അവർ ഈ നേതി ഇതല്ല എന്താണ് സത്യം, എന്താണ് അതിനപ്പുറത്തുള്ളത്, ഇങ്ങനെ അന്വേഷിക്കുകയും ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്ത ആളുകളെയാണ് ചാർവാകന്മാർ, ചാർവാക മതം എന്നുള്ളതിലേക്ക് പറയുന്നത്. അപ്പോൾ അതും ഇതിൻ്റെ ഭാഗമായിരുന്നു. അപ്പം നമ്മുടെ പ്രാചീന ചിന്ത എടുത്തു നോക്കിയാൽ ഇതെല്ലാം കൂടെ ചേരുന്നതാണ്, അതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, ഹിന്ദുമതം എന്ന് പറയുമ്പോൾ ആ മതത്തിന് ഒരു പ്രത്യേക വിഭാഗത്തിന് മേൽക്കൈയുള്ള മതമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആ നിലയ്ക്ക് അവരതിനെ വളർത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. ഗുരുദേവൻ ഈ മതചിന്തയ്ക്കെതിരായിരുന്നു. മതങ്ങൾ വേണമോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരം പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പക്ഷെ മതങ്ങൾ എത്ര പ്രമുഖമാണെന്ന് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. സൂക്ഷ്മം അറിഞ്ഞവൻ്റെ അഭിപ്രായമാണ് മതം. അങ്ങനെ സൂക്ഷ്മം അറിഞ്ഞവൻ, സൂക്ഷ്മ ജീവിതത്തെ സംബന്ധിച്ച എല്ലാ തലത്തിലുമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിയവൻ, ഒരു വിദ്വാൻ അറിഞ്ഞവൻ, അവന് മതം പ്രമാണമല്ല, മതത്തിന് അവനാണ് പ്രമാണം എന്ന് പറയുമ്പോൾ മതത്തിന് ഗുരുദേവൻ കൊടുത്തിരുന്ന പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ മതം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അഭിപ്രായം തന്നെയാണ് മതം. പിന്നെ അതിനകത്ത് വേറൊരു പറയുന്നു, മതം കൊണ്ടല്ല മതം, തായും താ പൂജ്യം, മതം കൊണ്ടാണ് മായും ദായും പൂജ്യവും. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നത് മതം കൊണ്ടല്ല, മതമാണ്, അഹങ്കാരമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത് എന്ന നിലയ്ക്ക് പറഞ്ഞു എന്നുള്ളതാണ്. ഇനി അങ്ങനെ തന്നെ നമ്മൾ എടുത്താലും, അങ്ങനെ നമ്മൾ കണക്കാക്കിയാലും, ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരാളിൻ്റെ അഭിപ്രായത്തെ രൂപപ്പെടുത്തുന്ന ചില ഘടകങ്ങളുണ്ട്. ജനനം, ജനിച്ചു വളർന്ന സാഹചര്യം, ജീവിതാനുഭവം, വിദ്യാഭ്യാസം, തൊഴിൽ, ഇടപെടുന്ന ആളുകൾ, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒരാളിൻ്റെ അഭിപ്രായ രൂപീകരണത്തിൽ ഭാഗവക്കാകാറുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഗുരുദേവനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ പ്രസവിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ കരയും. ഗുരുദേവൻ കരഞ്ഞില്ല, കുട്ടി കരഞ്ഞില്ല. അപ്പോൾ സാധാരണ ഇതിൽ അങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ തലവത്തിനെ പിടിച്ചിട്ട് അടി കൊടുക്കും. എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നെ പ്രസവിച്ചിട്ടപ്പോഴും ഞാൻ കരഞ്ഞില്ല എന്നാണ്. അതൊരു കമ്പൗണ്ടറായിരുന്നു, അയാൾ പിടിച്ചൊരു അടി തന്നു, ഞാൻ കരഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ കരഞ്ഞില്ല എന്നുള്ളതൊരു പ്രത്യേകതയായി കാണുന്നു. കാരണം നമ്മുടെ അമ്മയുടെ വളരെ സുഖകരമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് നമ്മളെ കരയിക്കുന്നത്. അപ്പോൾ അങ്ങനെ കരഞ്ഞില്ല. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. അങ്ങനെ അത് നമ്മളിത് കാണുന്നുണ്ട്. പിന്നെ ഗുരുവിൻ്റെ കുട്ടിക്കാലം നോക്കുക. കുട്ടിക്കാലത്തെല്ലാം ഈ ഒരു നിഷേധി എന്ന് പറഞ്ഞാൽ ഈ തിരിഞ്ഞെന്ന് വർത്തമാനം പറയുന്ന ആളെന്നുള്ള അർത്ഥത്തിലല്ല. നിലവിൽ തൻ്റെ ചുറ്റുപാടും കണ്ട ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ ഗുരു എന്ത് ചെയ്തു? വിലയിരുത്തി എന്നാണ്. ആ കുട്ടി വിലയിരുത്തിയിട്ട് അത് നിഷേധിച്ചു. നമുക്ക് കാണാൻ കഴിയുന്നു ഒരുപാട് ഉദാഹരണങ്ങൾ, ഒരുപാട് നമ്മൾ പറയേണ്ട, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണത്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു വിലയക്കുടിയിൽ അരി വെന്തുകൊണ്ടിരിക്കുന്നു, അത് ഇറക്കി വെച്ചു. അപ്പോൾ നീ എന്തിനാ അവിടെ കയറി? ഞാൻ കയറി അങ്ങനെ ചെയ്തില്ലായിരുന്നു എങ്കിൽ ആ കുടുംബം പട്ടിണിയാകുമായിരുന്നു. അത് ഒരു സാധാരണ കുട്ടി പറയുന്നൊരു മറുപടിയല്ല.
അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരാളിനെ ഇത് പറ്റുള്ളൂ. അനുതാപമുള്ള മനസ്സിൽ അനുതാപമുള്ള ഒരാളിന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ. അത് ഈ അനുതാപം എന്ന് പറയുന്നത് നമുക്ക് ഒരാളിനോട് പ്രകടിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. സഹതാപം എളുപ്പമാണ്, നമുക്കൊന്ന് പറഞ്ഞാൽ അയ്യോ കഷ്ടമായിപ്പോയി അല്ലേ. അനുതാപം എന്ന് പറയുമ്പോൾ അതല്ല, അവൻ ഞാനാണ്, അവൻ്റെ സ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിച്ചിട്ട് അവൻ്റെ പ്രശ്നത്തിൽ ഇടപെടുന്നതാണ് അനുതാപം എന്ന് പറയുന്നത്. അപ്പോൾ അനുതാപത്തോടു കൂടിയാണ് അത് ചെയ്തതെന്നുള്ളത്. അപ്പോൾ അവിടെ സാമൂഹ്യമായ വിലക്കുകളൊന്നും ആ കുട്ടിക്ക് തടസ്സമായിരുന്നില്ല. പോയി അതെല്ലാം എടുത്തു വെച്ചു, അവരെ സഹായിച്ചു. വേറൊന്ന് പറയുന്നുണ്ട്, ഒരു സ്ഥലത്ത് കുറച്ച് കുട്ടികൾ ഒരുമിച്ച് വരുന്നു, ഒരു സന്യാസിയെ കാണുന്നു. മറ്റു കുട്ടികൾക്കെല്ലാം ഈ സന്യാസിയുടെ വേഷം കണ്ടപ്പോൾ ഒരു ഔത്സുക്യം തോന്നി. അവർ കല്ലെടുത്തെറിയുന്നു. അപ്പോൾ എറിയരുതെന്ന് പറയുന്നു അല്ലാതെ ഈ കുട്ടി കരഞ്ഞുകൊണ്ട് പറയണം അയ്യോ എറിയരുതെന്ന്. പക്ഷേ സന്യാസി ഇത് കാണുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ദേഹമൊക്കെ മുറിഞ്ഞു. അടുത്ത് വന്ന് നീ എന്തിനാ കരയുന്നത്? അല്ല അവർ എറിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നീ എവിടെയാണ് താമസിക്കുന്നത്? ഈ സന്യാസി കുട്ടിയും കൊണ്ട് വീട്ടിൽ വന്നു വീട്ടിൽ കൊണ്ട് നിർത്തിയെന്നും ഈ കുട്ടി മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി എന്നൊക്കെ പല പുസ്തകത്തിലും നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണ്? വ്യത്യസ്തനായി പെരുമാറുന്നു എന്നുള്ളതാണ്. വ്യത്യസ്തനായി വളർന്നു വരുന്നു, വ്യത്യസ്തനായി പെരുമാറുന്നു. ഇനി നമുക്ക് വേറൊരു ഉദാഹരണം എടുക്കാം. നമ്മളെ ഈ വാരണപ്പള്ളിയിൽ ഈ കളരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പലക, ഷീറ്റ്, മത്ത, അത് കഴിഞ്ഞ അവസാനം ഓലക്ക്, ഇതിലിങ്ങനെ നിരന്നിരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗുരു ഒരു ദിവസം പലകയിരുന്നപ്പോൾ മറ്റു കുട്ടികൾ പറഞ്ഞു ഇയാൾ പലകയിരിക്കുകയാണ്, അപ്പോൾ പോയി പുറകിലിരിക്കാൻ പറഞ്ഞു. ഗുരു എഴുന്നേറ്റ് ചോദിക്കുകയാണ് ഞാൻ എവിടെ നിന്നാണ് ശ്വാസം എടുക്കേണ്ടത്? ഇത് യുക്തിപരമായൊരു ചോദ്യമാണ്. അപ്പോൾ മറുപടിയില്ല. അപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ ഇഷ്ടമുള്ളത് നീ അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവിന് അത് മനസ്സിലായി, നാണുവിന് ഇഷ്ടമുള്ളതിരിക്കാം. അപ്പോൾ അത് കാണിക്കുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിപ്രഭാവമാണ്. അത് ഈ കുഞ്ഞിലേ അത് വരുമെന്നുള്ളതാണ്, കുഞ്ഞിലേ അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാ പ്രതിഭാസങ്ങളെയും വിമർശന ബുദ്ധിയാ കാണുകയും അതിനെ ചോദ്യം ചെയ്യുകയും അതിനകത്തുള്ള റീസൺ കണ്ടെത്താൻ ശ്രമിക്കുകയും അതിൻ്റെ ഗുണദോഷങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ശരിതെറ്റുകളെ വിലയിരുത്തുകയും തെറ്റാണെങ്കിൽ അത് പാടില്ല എന്ന് പറയുകയും ചെയ്തു എന്നതാണ്. അപ്പോൾ സോക്രട്ടീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സോക്രട്ടീസ് വിശാലമായ ചന്ത സ്ഥലത്ത് പോയി നിൽക്കും. വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യും, കുടുംബത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും, ചന്ത സ്ഥലത്ത് നിൽക്കും, ചില സംഭാഷണങ്ങൾ നടത്തും. അപ്പോൾ ചെറുപ്പക്കാരെല്ലാം അടുത്ത് കൂടും, ചോദ്യം ചോദിക്കും. സോക്രട്ടീസ് ചോദിച്ചു അറിയാമോ? എന്താണ് ഉത്തരം? എനിക്കറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കും അറിയാമല്ലോ എന്ന് ചോദിച്ചതാണെന്ന് പറയും. ഈ ചോദ്യവും ഈ ഉത്തരം പറച്ചിലുമൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സമൂഹത്തിൽ ചലനങ്ങളുണ്ടാക്കി. സോക്രട്ടീസിനെ കൈകാര്യം ചെയ്തു. സോക്രട്ടീസിനെ വിഷം കൊടുത്ത് കൊല്ലാൻ വിധിച്ചു. അപ്പോൾ അവിടെയും സോക്രട്ടീസ് കടന്ന് ചിന്തിച്ചു എന്നുള്ളതാണ്. സോക്രട്ടീസിൻ്റെ ശിഷ്യനായിരുന്നു പ്ലേറ്റോ. പ്ലേറ്റോ അവിടുത്തെ ഒരു സമ്പന്ന കുടുംബത്തിലെ ആളാണ്, കാണാൻ വലിയ സുന്ദരനായതാണ്. സോക്രട്ടീസ് വളരെ കുറിയ സൗന്ദര്യമൊന്നും ഇല്ലാത്ത ആളായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഈ ജഡ്ജിമാർക്ക് കൈക്കൂലി കൊടുക്കാം. സോക്രട്ടീസ് പറഞ്ഞു വേണ്ട. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, ഭാര്യ വന്ന് പറഞ്ഞാൽ മതി എന്നെ വിധവയാക്കരുത് എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും. സോക്രട്ടീസിന് അതും അറിയാം. അതുകൊണ്ട് അവസാനം പോയ ദിവസം ഭാര്യ വീട്ടിയിട്ട് പൂട്ടിയിട്ട് പോയി, ഭാര്യ ഒന്ന് പറയരുത്. അപ്പോൾ സോക്രട്ടീസ് മരിച്ചു. അപ്പോൾ സോക്രട്ടീസിൻ്റെ ഒരു നിലപാട് അയാൾ വെറും ഭട്ടനായിരുന്നു ഒക്കെ നമുക്ക് തോന്നാം. സോക്രട്ടീസിൻ്റെ ഒരു നിലപാട്, നിലനിൽക്കുന്ന സമൂഹത്തിലെ നിയമങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. ചോദ്യം ചെയ്യുമ്പോൾ ആ നിയമത്തിൽ അനുശാസിക്കുന്ന ശിക്ഷ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കും. ആലോചിച്ച് നോക്കുക, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ പറഞ്ഞതാണ്. നമ്മൾ കാണുന്നത് നിയമത്തെ എങ്ങനെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ചൊക്കെ ചെയ്യാവുന്നതാണ്. ഈ 2 ദിവസത്തിന് മുമ്പ് നമ്മൾ കണ്ട ഒരു ഡോക്ടറെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്. നമ്മളൊരു ഡോക്ടറെ എങ്ങനെ ഒരു സത്യം അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ അയാളെ എങ്ങനെ കൊടുക്കാം എന്ന് ആലോചിച്ചിരിക്കുന്നു. അപ്പോൾ അതാണ്. അപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്.
നിയമത്തെ നമ്മൾ ധിക്കരിക്കുമ്പോൾ നിയമം തരുന്ന ശിക്ഷ നമ്മൾ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. അതൊന്നും ഒഴിവാകരുതെന്നാണ് പറയുന്നത്. അപ്പോൾ സോക്രട്ടീസിന് അപ്പോൾ അവസാനം ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അപ്പുറത്തുള്ള യോഹന്നാന്, പേര് ഇതല്ല, ഞാനൊരു കോഴി കൊടുക്കാനുണ്ട്, അത് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. കോഴി കൊടുക്കാനെന്താ? കോഴി കൊടുക്കണമെന്നാണ്. അപ്പോൾ ഇത് എൻ്റെ ഭാര്യയോട് പറയണം, എനിക്ക് ഇത്രയും ക്ഷമാശീലം ഉണ്ടായത് അവളുണ്ടായത് കൊണ്ടാണ്. അവൾ എന്നെ എപ്പോഴും വഴക്ക് പറയുമായിരുന്നു, അതിൽ നിന്നാണ് എനിക്ക് ഈ ക്ഷമാശീലം ഉണ്ടായത്. അത് ഞാൻ അവളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ ഇതാണ് ഇന്നും നമ്മൾ സോക്രട്ടീസിനെ ഓർക്കുന്നു, സോക്രട്ടീസിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു, അത് നമ്മൾ പഠിക്കുന്നു, ഇതെല്ലാം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ നമ്മളിവിടെ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന സാമൂഹ്യ നിയമങ്ങളെയും നമുക്കറിയാം. അന്നത്തെ നിയമം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ചട്ടവരി ഓല, ഒരു ബ്രാഹ്മണൻ എഴുതിയതാണ്. ഇതിനകത്താണ് ശിക്ഷാക്രമം പറഞ്ഞിരിക്കുന്നത്. നെയ്യാറ്റിൻകരയ്ക്കടുത്ത് നാടാർ സമുദായത്തിൽപ്പെട്ട ഒരാൾ വാഴക്കല മോഷ്ടിച്ചതിന് അയാളുടെ നട്ടലിലൂടെ വരിച്ചിൽ അടിച്ച് കയറ്റിക്കൊണ്ടു. നമ്മുടെ വലിയ പഴക്കമൊന്നുമില്ല ഈ കാലഘട്ടം. അപ്പോൾ അത്രമാത്രം നികൃഷ്ടമായി മനുഷ്യരെ കണ്ടിരുന്ന ശിക്ഷാവിധികൾ നടപ്പിലാക്കിയിരുന്ന, എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ പറയും പൊന്നു തമ്പുരാൻ്റെ ക്ഷേമരാഷ്ട്രം, ധർമ്മരാഷ്ട്രം എന്നൊക്കെയാണ് പറയുന്നത്. ധർമ്മരാഷ്ട്രം എന്നാണ് പറയുന്നത്. ആരുടെ ധർമ്മം എന്ന് ചോദിച്ചാൽ സ്വാധീനമുള്ളവൻ്റെ ധർമ്മം. അപ്പം ഇങ്ങനെ നിലനിന്നൊരു സമൂഹത്തിൽ ഇത് സാമൂഹ്യമായി ആ വിഷയങ്ങളെ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനുവേണ്ടി അലഞ്ഞു നടക്കുകയും ഒരിടത്ത് സ്വസ്ഥമായിരുന്ന് ആലോചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്ക് ബോധ്യപ്പെട്ട സത്യങ്ങളെ പ്രയോഗത്തിൽ വരുത്തി ഒരു ജനതയുടെ വിമോചകനായി മാറാൻ, ഞാൻ ആ വാക്കാണ് ഇഷ്ടപ്പെടുന്നത്, ലിബറേറ്റർ, ഒരു വിമോചകനായി മാറാൻ. ഈ രണ്ട് മുഖങ്ങളും, ഭൗതികതയും ആത്മീയതയും എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് മുഖങ്ങളാണെന്നും രണ്ട് കാര്യങ്ങളാണെന്നും ഇവയെ തമ്മിൽ വേർതിരിച്ച് കാണുന്നത് ശരിയല്ല എന്നും ഇത് രണ്ടിനും നമുക്ക് പ്രാധാന്യമുണ്ടെന്നും ഗുരു പറയുന്നുണ്ട്. ഗുരു പറയാതെ പറയുകയോ അല്ലെങ്കിൽ ഇതിലൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഗുരുവിൻ്റെ കൃതികളും ഗുരുവിൻ്റെ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ ഗുരു ദൈവതുല്യനാണ് അല്ലെങ്കിൽ ദൈവമാണെന്ന് നമ്മൾ കൽപ്പിക്കുമ്പോൾ ഇതാണ് നമ്മൾ വരുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം എൻ്റെ നോട്ടത്തിൽ ഞാൻ കണ്ടുവരുന്ന ഒരു പ്രവണത, ഈ പറയുന്ന പല കാര്യങ്ങളെയും ഗുരുവിനെ നമ്മൾ സമീപിക്കുമ്പോൾ, മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, ഈ ആചാരപരവും വിശ്വാസപരവുമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ നിലനിന്നിരുന്ന പഴയ വരേണ്യ ഹിന്ദു മതത്തിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു രീതി കാണും. എൻ്റെ ആരോപണമല്ല, എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. ഇവിടെ നിലനിന്നിരുന്ന പഴയ സമ്പ്രദായത്തിൻ്റെ, അതിനെ ചോദ്യം ചെയ്ത ആളാണ് ഗുരു, സമ്പ്രദായത്തിനെ സ്വാംശീകരിച്ചുകൊണ്ട് ഇതിനോടൊപ്പം പോകുന്നു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു പഠനം. ആ നിലയ്ക്കാണ് ഞാൻ കാണുന്നത്. അപ്പോൾ വിശ്വാസം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടരുത്. വിശ്വാസം വേണം, ഈ വിശ്വാസിയിൽ നിന്ന് വരണം. ഗുരുവിൻ്റെ യുക്തി എന്താ ഞാൻ കാണുന്ന വേറൊരു സന്ദർഭം പറയാം. ഐത്തം നിലനിന്നിരുന്ന കാലത്ത് ഐത്തജാതിക്കാർക്ക് അമ്പലത്തിൻ്റെ നിശ്ചിത അകലത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ തൊഴാനുള്ള അവസരമുണ്ടായിരുന്നു. അവിടെയുള്ള ഒരു കല്ലിൻ്റെ പുറത്ത് അവരുടെ കാണിക്ക വയ്ക്കുന്നു. പൂജ കഴിഞ്ഞ് പൂജാരി പുണ്യാഹം തെളിച്ച് കാശെടുത്തുകൊണ്ട് പോകുന്നു. ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നാണ്, ഇതൊക്കെ കേട്ടുകേൾവി അതിനെ പലരും പറഞ്ഞിട്ടുള്ളതുമാണ്. ഇത് എന്ത് ന്യായമാണ്? ഈ കാശിനുള്ള, അപ്പോൾ കാശാണോ പ്രശ്നം? ഈ കാശിനുള്ള കാശിന് ഇഴുക്കില്ല, കാശിന് പ്രത്യേകിച്ച് അസ്പൃശ്യതയൊന്നുമില്ല എന്നല്ലേ എൻ്റെ അർത്ഥം. ഈ വെക്കുന്നവനും ആവശ്യമാണ്, കാരണം ദൈവം എന്നെ അനുഗ്രഹിക്കണം, ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടണം, അതുകൊണ്ട് ഞാൻ കാണിക്ക വയ്ക്കുന്നു എന്നതാണ്. ഇപ്പോൾ നമ്മളൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ കാണിക്കയിടാറുണ്ട്, കാണിക്കുക. അപ്പോൾ എൻ്റെ ഭാര്യ അമ്പലത്തിൽ പോയി ഇറങ്ങുമ്പോൾ ചില്ലറ പൈസ വല്ലതും ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കും. അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തുണ്ടോ? ഞാൻ പറഞ്ഞു ചില്ലറയാക്കണ്ടേ, അത് അല്ലാതെ തന്നെ മൊത്തത്തിൽ കൊടുക്കുക, ചില്ലറയാക്കുന്നത് എന്തിനാ? അപ്പം നമ്മുടെ ഈ കോയിനാണ് കൊണ്ടുവന്ന് കാണിക്കുക വെട്ടിയിലിടുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നു, അതായത് നമ്മളൊരു വിശ്വാസത്തിനാണ് നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ ദൈവത്തോടുള്ള നമ്മുടെ ആദരവും അല്ലെങ്കിൽ വിധേയത്വവും നമ്മൾ പ്രകടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ഗുരു നിർമ്മിച്ച അമ്പലങ്ങൾ, അല്ലെങ്കിൽ ഗുരു
നടത്തിയ പ്രതിഷ്ഠകളും അത്തരം ആരാധനാലയങ്ങൾ കൂടിപ്പോകുന്നില്ലേ, ഇത് വേണോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ലിഖിതമായ തെളിവൊന്നുമില്ല. അങ്ങനെ ചോദിച്ചു കളയരുത്. ഈ പറയുന്ന അന്നിപ്പം മെജോറിറ്റി ആരാണ്? കൂടുതൽ ആളുകൾ ഏത് വിഭാഗത്തിലാണ്? അധസ്ഥിത വിഭാഗത്തിലാണ്. അപ്പോൾ അധസ്ഥിത വിഭാഗത്തിലുള്ളവൻ്റെ കാശ് മറ്റവൻ്റെ ഹുണ്ടിയിൽ കൊണ്ടിടണോ? അപ്പം പൈസയുടെയാണ് പ്രശ്നമെന്നുള്ളത്. അതുകൊണ്ട് അത് യുക്തിയാണ്, അതിനകത്തൊരു യുക്തിയുണ്ട്. ഇവരുടെ കാശ് കൊള്ളാം, പക്ഷെ ഇവനെ അമ്പലത്തിനകത്ത് കയറത്തില്ല. അപ്പോൾ ഒരു യുക്തിഹീനമായ നടപടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് അതിനെ ന്യായീകരിക്കപ്പെടുന്നുണ്ടെന്നാണ്. ഇതുപോലെ പല സന്ദർഭങ്ങളിലും അപ്പോൾ കുട്ടിയായിരുന്നപ്പോഴുണ്ടായിരുന്ന ഗുരുവിൻ്റെ പെരുമാറ്റത്തിലുള്ള പ്രത്യേകതകളിൽ നമുക്കെന്ത് കാണാൻ കഴിയുന്നു? ഒരു പറയുന്ന ഒരു അസാധാരണമായ ഒരു രീതി കാണാൻ കഴിയുന്നു. അത് കഴിഞ്ഞിട്ടും ഇത് നിലനിർത്തുന്നു എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും ഈ ഗുരുവിൻ്റെ യുക്തിസഹമായ പ്രതികരണങ്ങൾ വരുന്നത് ഫലിതത്തിൻ്റെ രൂപത്തിലാണ് വരുന്നത്. പലരോടും അങ്ങനെയാണ് ചോദിക്കുന്നത്, അങ്ങനെ ആ നിലയ്ക്കാണ് അതിനെ കാണുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു വശം. ആശ്രമം സ്ഥാപിക്കുകയും ആ ആശ്രമത്തിൽ ശിഷ്യപരമ്പര വേണമെന്ന് പറയുകയും ആ ശിഷ്യപരമ്പര ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ഗുരു, ഗൃഹസ്ഥരായ ശിഷ്യന്മാരും ഉണ്ടായി. ഈ ഗൃഹസ്ഥരായ ശിഷ്യന്മാർ അവരുടെ മേഖലയിൽ വളരെയധികം കഴിവ് തെളിയിച്ചവരും മിടുക്കന്മാരുമായി. അപ്പോൾ രണ്ട് വിഭാഗത്തെയും ഒഴിവാക്കിയില്ല എന്നുള്ളതാണ്. ഈ ഗൃഹസ്ഥ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഉപദേശം ശിരസാ വഹിച്ചുകൊണ്ട് അവർക്കുണ്ടായിരുന്ന മുതലുകളും സാഹചര്യങ്ങളെയൊക്കെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് നല്ല നിലയ്ക്ക്, ആ വാക്കിന് പ്രത്യേകതയുണ്ട്, നല്ല നിലയ്ക്ക് സംരംഭങ്ങൾ തുടങ്ങുകയും അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും അതിൻ്റെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തവരാണ്. CR കേശവൻ വൈദ്യരെ പോലുള്ള ആളുകൾ, അതുപോലുള്ള ഒരുപാട് പേരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു 19ാം നൂറ്റാണ്ടിൻ്റെയൊക്കെ അവസാനം നമ്മൾ കാണുന്നത് ഈഴവ സമുദായത്തിലെ ഒരു ചുരുക്കം ചില ആളുകൾ ഇതിനുണ്ടായിരുന്നു, അവർക്കൊരു മേൽക്കൈ ഉണ്ടായി വന്നു. അതിൻ്റെ കാരണം ഈ കപ്പം കൊടുക്കാൻ പണമില്ലാതെ വന്നു. രാജാവ്, ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുക്കാൻ പണമില്ല. അത് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടാണ്. ഈ തിരുവിതാംകൂർ രാജകുടുംബം എന്ന് പറഞ്ഞാൽ ഒരു അടിമ രാജകുടുംബമായിരുന്നു. ബ്രിട്ടീഷ് അധികാരത്തിന് കീഴിലുള്ള ഒരു അടിമ രാജകുടുംബമായിരുന്നു. ബ്രിട്ടീഷുകാർ വെച്ച എല്ലാ കണ്ടീഷനും അംഗീകരിച്ചുകൊണ്ട് അവർ കൊട്ടാരത്തിൽ ജീവിച്ചവരാണ്. അവർക്ക് ഇവിടുത്തെ ജനങ്ങളോട് യാതൊരു പ്രതിപത്തിയില്ലായിരുന്നു. അപ്പോൾ കപ്പം കൊടുക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഒരു പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഭൂമി പാട്ടത്തിന് കൊടുത്ത് പാട്ടം വാങ്ങിക്കാം. അങ്ങനെ ഇവിടുത്തെ നായർ സമുദായവും അതുപോലെ തന്നെ ഈഴവ സമുദായത്തിൽപ്പെട്ട ചുരുക്കം ചില ആളുകൾക്കും ഈ ഭൂമി കൃഷിക്ക് കെട്ടുകയും അങ്ങനെ കൃഷി ചെയ്ത് പാട്ടത്തിനകത്ത് കൃഷി ചെയ്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കി രാജാവിന് രാജാവിന് ടാക്സ് കൊടുക്കുകയും കുടുംബങ്ങൾ നന്നാവുകയും ചെയ്തു. മക്കളെ പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെ മക്കളെ ഗൗരിയമ്മയൊക്കെ ആ തരത്തിൽ പഠിച്ചു വന്ന ആളാണ്. മക്കളെ പഠിപ്പിക്കാൻ പറ്റുകയും അങ്ങനെ ഒരു പുതിയ ഒരു ജനറേഷൻ വളർന്നു വന്നതാണ്. അപ്പോൾ നമ്മൾ ഗുരുദേവൻ്റെ ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഒരു സമൂഹത്തിൽ ഒരു വിഭാഗം സമ്പത്തും വിദ്യാഭ്യാസവും മറ്റ് കാര്യങ്ങളുമൊക്കെ നേടിക്കഴിയുമ്പോൾ പിന്നെ അവർക്ക് വേണ്ടുന്നത് അധികാരമാണ്. അപ്പോൾ അന്നത്തെ സാമൂഹിക ക്രമത്തിൽ ഈ അധികാരം അത്ര പ്രാപ്യമല്ല, എളുപ്പമല്ല, ക്ഷിപ്രസാധ്യമല്ല. അതുകൊണ്ട് ഇവർ തീർച്ചയായിട്ടും ഈ ഒരു നിലയ്ക്കുള്ള ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ വേണം. അപ്പോൾ അതാണ് 1903 SNDP യോഗത്തിൻ്റെ സ്ഥാപനവും അതിനുശേഷം നടന്ന പ്രക്ഷോഭങ്ങൾ, ശരിക്കും അങ്ങനെ പറയാം, രാജാവിനെതിരെയും ദിവാനെതിരെയും ഒക്കെ നടന്ന പ്രക്ഷോഭങ്ങൾ, അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ അവരെല്ലാം ഗുരുവിൻ്റെ ആരാധകരും ശിഷ്യന്മാരും ഗുരുവിനെ ദൈവതുല്യം കണ്ടിരുന്നവരും ഗുരുവിൻ്റെ ആജ്ഞകളെ അനുസരിച്ചിരുന്നവരായിരുന്നു. ആ നിലയ്ക്കാണ് ഇവരെല്ലാം ഗുരുവുമായി ബന്ധപ്പെട്ട് നിന്നവരാണ്. C കേശവനായാലും മറ്റേ ആരായാലും ഇവരെല്ലാം പലരും ദൈവവിശ്വാസികളുമായിരുന്നില്ല. ഈ പറഞ്ഞ ആ തലമുറയിൽപ്പെട്ട ആളുകൾ പലരും ദൈവവിശ്വാസികളായിരുന്നില്ല.
ഗുരുവിന് അവരെ അകറ്റി നിർത്താൻ തോന്നിയില്ല. ഗുരുവുമായിട്ട് അടുത്ത് പ്രവർത്തിച്ച ആളുകളാണ്. ആ നിലയ്ക്ക് അവർ പ്രവർത്തിക്കുകയും ഈ വ്യവസ്ഥയോട്, രാജാവിൻ്റെ അധികാരത്തിനോട് വളരെയധികം സമരം ചെയ്ത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും ന്യായം കിട്ടുന്ന തരത്തിൽ തീരുമാനങ്ങൾ എടുക്കണം, നിയമം മാറ്റണം എന്ന് പറയുകയും പ്രക്ഷോഭങ്ങൾ നടത്തുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അവർ സമരസംഘടനയായിരുന്നു SNDP യോഗം. അതിൻ്റെ ആദ്യ കാലഘട്ടം ഒരു 14 വർഷം അതങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ആ നിലയ്ക്ക് നമ്മളിപ്പോൾ അതിന് ഏറ്റവും നല്ലത് നിവർത്തന പ്രക്ഷോഭമാണ്. അന്ന് 5 രൂപ ഒരു നിശ്ചിത എമൗണ്ട് ടാക്സ് കൊടുക്കുന്ന ആളിനെ വോട്ടുള്ളൂ. എനിക്കൊന്ന് 5 രൂപ എങ്ങാണ്ടാണ്. അപ്പോൾ അത് സവർണനെ കൊടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നായർക്ക് മുകളിലുള്ളവർക്ക് ആ പൈസ കൊടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർക്ക് ശ്രീമൂലം പ്രജാസഭയിൽ കടക്കാനൊക്കില്ല. ഇതിനെ ചോദ്യം ചെയ്യും. ഇലക്ഷൻ പരിഷ്കരണം നടത്തണമെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു പറ്റില്ല, നിങ്ങളെ നോമിനേറ്റ് ചെയ്യുക ചിലരെയൊക്കെ. അങ്ങനെയൊക്കെ നോമിനേറ്റ് ചെയ്തതിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നോമിനേറ്റ് ചെയ്യുക വന്ന ഒരംഗമാണ് അയ്യങ്കാളി, മഹാനായ അയ്യങ്കാളി. അങ്ങനെ നോമിനേറ്റ് ചെയ്തു. അതുപോരാ, ഇലക്ഷനിലൂടെ വരണം. അപ്പോൾ നിവർത്തന പ്രക്ഷോഭം അതിനുള്ള ആവശ്യത്തെ അംഗീകരിച്ചില്ലെങ്കിലും ഈ പ്രക്ഷോഭം വളരെ ശക്തമായിരുന്നു എന്നുള്ളതാണ്. ആ ശക്തി മനസ്സിലാക്കിയിട്ടാണ് പിന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ കേരളത്തിലെ ജനാധിപത്യ പ്രക്രിയയുടെ ആരംഭത്തിലുണ്ടായ ഒരു വലിയ ഇതിൻ്റെ പിന്നിലുള്ള പ്രചോദനം ആരായിരുന്നു ചോദിച്ചാൽ ഗുരുദേവനായിരുന്നു എന്നുള്ളതാണ്. ഗുരുദേവൻ്റെ കളരിയിൽ നിന്ന് അല്ലെങ്കിൽ ഗുരുദേവനിൽ നിന്ന് ഉപദേശനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് വിദ്യാഭ്യാസം നേടി കാര്യങ്ങളെ ശരിയായി അപഗ്രഥിക്കാൻ കഴിയുന്ന തരത്തിലുണ്ടായിരുന്ന ആളുകൾ അവരാണ് ഇറങ്ങി ഇതിൻ്റെ മുൻപന്തിയിൽ നിന്നുള്ളതാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ലത്തീൻ ക്രിസ്ത്യാനികളും ഈഴവരുമാണ്. അത് ജോയിൻ്റ് പൊളിറ്റിക്കൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയാണ്. ഇതിൻ്റെ അടുത്ത പരിണതിയായിരുന്നു സ്റ്റേറ്റ് കോൺഗ്രസ്. എല്ലാവരും കൂടി ചേർന്ന്, ഇനി നമുക്ക് ജാതിയൊന്നും വേണ്ട, എല്ലാവരും കൂടി ചേർന്നാകാമെന്ന്. പക്ഷേ ഫലത്തിലെന്തായിരുന്നു? പിന്നീട് ഇവിടെ വന്ന മന്ത്രിസഭകൾ നമ്മൾ നോക്കിയാൽ ഈ ജാതി സമവാക്യങ്ങളുടെയും അതിൻ്റെ കാലുവാരലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അത് വേറൊരു കാര്യം, സമൂഹ ചരിത്രത്തിൻ്റെ വേറൊരു കാര്യം എന്നുള്ളത്. അപ്പോൾ ഇവിടെ മനുഷ്യനൊരു പ്രത്യേകതയുള്ള ജീവിയാണ്. ഏറ്റവും ദുർബലനായ ജീവിയാണ് മനുഷ്യൻ. ഈ അടുത്ത കാലത്ത് കാണുന്നത് ഏറ്റവും ദുർബലൻ, ഈ പ്രപഞ്ചത്തിലുള്ള ജീവികളിൽ ഏറ്റവും ദുർബലനാണ് മനുഷ്യൻ. ഒരു പട്ടി ഓടിച്ചാൽ തിരിഞ്ഞു നിന്ന് എത്ര പേര് നിൽക്കും? ഓടുവോ, തിരിഞ്ഞു നിന്നതിനെ നേരിടുമോ? മനുഷ്യനേറ്റവും. പക്ഷേ നമ്മുടെ തലച്ചോറ് അങ്ങനെയല്ല. അപ്പോൾ ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് മുകളിൽ നിൽക്കാൻ കഴിയുന്നതാണ്. ഏറ്റവും ദുർബലനാണെന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ പക്ഷേ അന്വേഷണത്വരെയും കാര്യങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും ചുറ്റുപാടുകളെ തനിക്ക് അനുകൂലമായി കൊണ്ടുവരാനും അതിലൂടെ നിലനിൽക്കാനും ഉള്ള മനുഷ്യൻ്റെ പ്രാപ്തി വലുതാണ്. ആ നിലയ്ക്ക് ഇപ്പോൾ ശാരീരികമായിട്ടല്ല, അല്ലാതെ മനുഷ്യനിങ്ങനെ നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത്. അപ്പോൾ എന്നും ഈ പ്രപഞ്ചവും ഇവിടുത്തെ പ്രതിഭാസങ്ങളും ആധുനിക ശാസ്ത്രം വളർന്നു വരുന്നവരെ അല്ലെങ്കിൽ ആധുനിക ചിന്തകന്മാരുണ്ടാകുന്നത് വരെ ഇതൊരു പ്രഹേളികയായിരുന്നു എന്നുള്ളതാണ്. അത്ഭുതസ്തബ്ധനായി മനുഷ്യൻ നോക്കിയിരുന്നു. ഞാനൊരു ഇംഗ്ലീഷ് ഫിലിം ഒരിക്കൽ കണ്ടു. അപ്പോൾ അതിൽ ഈ ആഫ്രിക്കയിലാണ്, അതിലൊരു പ്ലെയിൻ പറന്നു പോകുന്നു. 2 യുവാക്കൾ താഴെ നിൽക്കുകയാണ്. ഒരു സോഡാ കുപ്പി വന്ന് വീണു. അപ്പോൾ ഇവരിത് രണ്ടും കയ്യിലെടുക്കും. എഴുതുന്ന സാധനം. അപ്പോൾ നമ്മളെ വിശ്വാസം എന്താണ്? മുകളിൽ ദൈവം ഇരിക്കുന്നതാണല്ലോ നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ ഇവർ ഇത് മുകളിലിരിക്കും, ദൈവം ഇട്ടതെന്നാണ് നമുക്ക് വേണ്ടത്. ഇത് നോക്കിയപ്പോൾ ഒന്നുമില്ല അതിനകത്ത് നമുക്ക് കടിച്ചു നോക്കി, മണത്ത് നോക്കി, ഇപ്പോൾ ഒന്നുമില്ല. ഇവരെടുത്ത് എറിഞ്ഞു, മുകളിലോട്ട് എറിഞ്ഞപ്പോൾ അത് താഴെ വന്നു. അപ്പോൾ ഇത് അവന് വേണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അവർ തട്ടിക്കളഞ്ഞിട്ടെങ്കിൽ. അപ്പോൾ ഇതുവരെ എത്രയോ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ പ്രപഞ്ച രഹസ്യങ്ങളെ മനസ്സിലാക്കിയത്, ഭൗതികമായ നമ്മളെ പുരോഗതി ഉണ്ടായതെന്നുള്ളതാണ്. ഞാൻ വേറൊരു സിനിമ, ഇംഗ്ലീഷ് സിനിമയുണ്ട്, സംഗീതം ഉണ്ടായത് എങ്ങനെയാണ്. സംഗീതത്തിൻ്റെ പ്രത്യേകത എന്താ? ശബ്ദം നമ്മളെ ഈ സുനഭേടകത്തിലൂടെ കടന്നു വരുമ്പോൾ വളരെ മാസ്മരികമായി വിവിധ രാഗത്തിലും ലയത്തിലുമൊക്കെ അവതരിപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ പ്രാചീനരായ മനുഷ്യർ അവരിങ്ങനെ കല്ലൊരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും കല്ലെടുത്ത് അടുത്ത് നിൽക്കുന്നതിൻ്റെ കൊടുക്കും, അവൻ അടുത്ത് നിൽക്കുക കൊടുക്കും. അബദ്ധത്തിൽ ഒരു കല്ലെടുത്തിൻ്റെ കാലേ വീണു. ഈ വേദന കൊണ്ട് അവനിങ്ങനെ വിളിച്ചു. അത് കേട്ട് നിന്നവനൊരു പുതുമയാണ്, അതിനകത്തൊരു കേൾക്കാൻ രസമുണ്ട്. സംഗീതം ഒന്നും ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഈ കളിയാക്കിക്കൊണ്ടുള്ള സിനിമയാണ്. അപ്പോൾ വീണ്ടും അവനൊരു കൗതുകം തോന്നി. അവൻ പിന്നെ അവൻ്റെ കാര്യം കല്ലിട്ടുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്.
ഇങ്ങനെയാണ് സംഗീതം ഉണ്ടായത്. അപ്പോൾ ഇത് രസകരമായ സിനിമയാണ്. ഞാനൊരു 40 കൊല്ലത്തിന് മുമ്പ് കണ്ടൊരു സിനിമയാണ്. ഈ എന്താണ് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് പാർട്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ശ്രീകുമാർ തിയേറ്ററിൽ ഇരുന്ന് കണ്ടതാണ്. അപ്പം യാദൃച്ഛികമായ പല സംഭവങ്ങളും മനുഷ്യൻ്റെ പുരോഗതിക്കും, അതുപോലെ ഐസക് ന്യൂട്ടൻ്റെ കഥ അറിയാമല്ലോ, ഈ ആപ്പിൾ വന്ന് വീണത്. അപ്പോൾ അത് അങ്ങനെയാണ്. ഇതിനെല്ലാം ഒരു അന്വേഷണ തിരയുണ്ട് എന്നുള്ളതാണ്. ഗുരുദേവൻ്റെ പ്രവർത്തന ശൈലിയിലും ഉപദേശ നിർദ്ദേശങ്ങളിലും ഈ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും ഗുരുദേവൻ തിരിച്ചു ചോദിക്കും, നിങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ 2-3 വിദ്യാർത്ഥികൾ വന്നു. വിദ്യാർത്ഥികൾ ഒന്ന് ദൈവമുണ്ടോ, ഒരു പ്രപഞ്ചത്തിന് അതീതമായൊരു ശക്തി ഉണ്ടോ എന്ന്. അപ്പോൾ ഗുരുദേവൻ ചോദിച്ചു, ഈ ഗോളങ്ങളൊക്കെ എങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊരു പരസ്പരം ആകർഷണ ശക്തിയാണ്. അതൊരു തിരിച്ചു, അപ്പോൾ അങ്ങനെ ഒരു ശക്തി ഉണ്ടല്ലേ തിരിച്ചു ചോദിച്ചു. ഇതൊരു യുക്തിയാണ്, അദ്ദേഹം ചോദിച്ചൊരു യുക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ശക്തിയുണ്ട്. അപ്പോൾ ആ ശക്തി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതിലൊരു ഘടകമായിരിക്കാം. നമ്മളതിനെ നിഷേധിക്കുകയോ അംഗീകരിക്കുകയോ എന്തുമാകാം, അതങ്ങനെയില്ല. പക്ഷേ ഇത് യുക്തിപരമായ ഒരു, അപ്പം ബ്രാഹ്മണാധിപത്യത്തിൻ്റെ കഷ്ടപ്പാടുകൾക്കെതിരെ, അതിൻ്റെ ജീർണതകൾക്കെതിരെ, അതിൻ്റെ വിലക്കുകൾക്കെതിരെ, അതിൻ്റെ ചൂഷണങ്ങൾക്കെതിരെ ക്രിയാത്മകമായി യുക്തിഭദ്രമായി ഗുരുദേവൻ നടത്തിയ മഹാസംഭവമാണ് 1888 ശിവപ്രതിഷ്ഠ. ഒരു വലിയ എന്താണ് പറയുക, ഒരു വിഗ്രഹ ഭഞ്ജനമാണ്. അന്ന് വരെ നിലനിന്നിരുന്ന കല്ല് പിളർക്കുന്ന കൽപ്പന എന്ന് പറയുന്നത്, രാജാക്കന്മാരെ കുറിച്ച് പറയുന്നത് കല്ല് പിളർക്കുന്ന, കല്ല് പിളർന്നു പോട്ടെ എന്ന് പറഞ്ഞാൽ. അപ്പം അന്നത്തെ വരേണ്യതയെ താങ്ങി നിർത്തിയിരുന്നത് രാജാധികാരമായിരുന്നു. രാജാധികാരവും ഈ വരേണ്യതയും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു, ഒരു നല്ല ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരുന്നത് പഴയ ശ്രുതികളും സ്മൃതികളും പുരാണങ്ങളും വിശ്വാസങ്ങളും വേദങ്ങളും ഒക്കെ ചേർന്നിട്ടാണ്. അതിൽ മനുഷ്യരില്ലായിരുന്നു. അവിടെ കുറച്ച് ആളുകളേ ഉള്ളൂ, സെലക്റ്റഡ് ഫ്യൂ എന്ന് പറയും, ഗിഫ്റ്റഡ് ഫ്യൂ, അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ, അനുഗ്രഹീതർ എന്ന് പറയും. അപ്പോൾ ആ നിലയ്ക്കാണ് അതിനെ കണ്ടിരുന്നത്. അപ്പോൾ ഇത് ഒറ്റയടിക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ ഈ സംഭവം എനിക്ക് തോന്നുന്നത് ഈ തെക്കൻ തിരുവിതാംകൂറിൽ ഇതിനാവശ്യമായൊരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ഒരു നമ്മളെന്താ പറയുക, ഒരു മുന്നൊരുക്കം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് അരൂപുറത്തെങ്കിലും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ചില കുടുംബക്കാരെല്ലാം അതിനോട് യോജിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഈ സംഭവം, അതുപോലെ തന്നെ അതിൻ്റെ ചോദ്യത്തിനോടുള്ള ഉത്തരം, ബ്രാഹ്മണന് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇയാൾക്ക് ചെയ്യാമോ, ഒരു ഈഴവന് ചെയ്യാമോ? അങ്ങനെ ചെയ്യാം. ഞാൻ നിങ്ങളുടെ ശിവനെയല്ല, ഈഴവ ശിവനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ശിവനെയാണ്. അങ്ങനെ 2 വാക്കുണ്ട്. ഈഴവ ശിവൻ എന്ന് പറയുമ്പോൾ എന്തോ കുഴപ്പമുള്ളതുപോലെയാണ് ചില ആളുകൾ അഭിപ്രായം പറയുന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഒരു കുഴപ്പവും. ഈഴവ ശിവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജാതി വരില്ല, അങ്ങനെയൊന്നുമില്ല. അന്നത്തെ ചുറ്റുപാടിൽ അത് തന്നെ ആയിരിക്കണം പറഞ്ഞിട്ടുണ്ടാവുക. ഈഴവ ശിവനെ അല്ലെങ്കിൽ നമ്മുടെ ശിവനെ ആയിക്കോട്ടെ, എന്തായാലും ഇത് ബ്രാഹ്മണ ശിവനല്ല, നിങ്ങളുടെ ശിവനെ അല്ല, ബ്രാഹ്മണ ശിവനെ അല്ല. അപ്പോൾ ആദ്യമായി ദൈവത്തെ അതിർവരം വിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു ദൈവം, ഞങ്ങൾക്കൊരു ദൈവം. അപ്പോൾ ആ നിലയ്ക്ക് കൊടുക്കുകയും, പിന്നെ ഏറ്റവും എന്താണ് ഒരു ദൃഷ്ടാന്തമായി നമ്മൾ കാണേണ്ടത് ഗുരു നടത്തിയ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളാണ്. ഈ പറയുന്ന എല്ലാ വിശ്വാസത്തിനെയും അത് ഏത് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ന്യായീകരിക്കപ്പെട്ടിരുന്നത് അതേ പ്രമാണം കൊണ്ട് നള്ളിഫൈ ചെയ്യാൻ ഗുരുവിന് കഴിയുന്നതാണ്. ഏത് പ്രമാണം എടുത്താലും അവരിതിങ്ങനെ പറഞ്ഞാൽ അതിങ്ങനെയാണെന്ന് തിരിച്ചു കൊടുക്കുന്ന മറുപടി കൊടുക്കുക. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ പണ്ഡിതന്മാർ ഒരുപാട് പേര് ഈ ഗുരുവുമായിട്ട് തർക്കിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താം. പക്ഷേ ഗുരുവിനെ അങ്ങനെ ഈ ആക്ഷേപിച്ചതായിട്ടൊന്നും നമ്മളൊരിടത്തും കാണുന്നില്ല എന്നുള്ളത്. മാത്രമല്ല ഒരു പ്രത്യേക സ്റ്റേജ് എത്തിയപ്പോൾ മഹാരാജാവ് തന്നെ പറഞ്ഞു, ഗുരു കോടതിയിൽ ഹാജരാകണ്ട എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതിനൊക്കെ ചില പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കാണുമായിരിക്കാം. എനിക്ക് തോന്നുന്നത് അന്ന് ഈ മതം മാറ്റമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് ഇങ്ങനെ ഈ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന ഫലമായി നാടാർ സമുദായത്തിൽ നിന്ന് കൂട്ടത്തോടെ മതം മാറി. 300 കൊല്ലത്തോളം ആയി ഇപ്പോൾ.
അങ്ങനെ മതം മാറി വന്നു. അതിന് ശേഷം നെയ്യാറ്റിൻകര വന്നപ്പോൾ ഈഴവരും മാറുന്നു. നമ്മൾ ഈ അവിടെ ഇങ്ങനെ ആക്ഷേപിച്ചു ഈക്രി, ഈഴവ ക്രിസ്ത്യാനി എന്നാണ് ഈക്രികളായി മാറിയത്. അപ്പോൾ അത് ഇങ്ങനെ പടർന്നു വരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ കൊള്ളാം, അതിനൊരു തടയുണ്ട്. അപ്പം ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം മതം മാറ്റം ഒരു പരിഹാരമല്ല, മതം മാറുകയല്ല വേണ്ടത്. മതം മാറ്റത്തിനൊരു കാര്യമില്ല. മതത്തിൻ്റെ സാമൂഹ്യ വിരുദ്ധ മുഖത്തെയാണ് ഗുരു അഡ്രസ്സ് ചെയ്തത്. മതങ്ങൾ തമ്മിലുള്ള മത്സരത്തെയാണ്, മതമത്സരമാകുന്നു, മതമല്ല മതമത്സരമാകുന്നു എന്നുള്ളതാണ്, അതിനാണ് ചെയ്യുക. അപ്പം പിന്നെ ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചും ഒക്കെയുള്ള ഗുരുവിൻ്റെ ആ ഒരു ആഖ്യാനം അല്ലെങ്കിൽ ആ ഒരു നിലപാടുകൾ ആ നിലയ്ക്ക് പല കൃതികളിലും സ്ഥാപിക്കപ്പെട്ടിട്ടുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആത്മോപദേശ ശതകത്തിലെ ആ വരികളായാലും പിന്നെ വേറെ അങ്ങനെ കുറേ വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് മാർഗദർശകമാകേണ്ടതാണിതെല്ലാം. പക്ഷെ നമ്മൾ എത്ര പേരത് മനസ്സിലാക്കുന്നു ശരിയായ രീതിയിൽ, നമ്മൾ എത്ര പേരത് ഒബ്സർവ് ചെയ്യുന്നു, നമ്മൾ എത്ര പേരത് പാലിക്കുന്നു, നമ്മളെ നയിക്കാൻ ഈ തത്വങ്ങൾക്ക് നമ്മൾ എന്ത് അവസരം കൊടുക്കുന്നു. അതാണ് ഈ തത്വങ്ങൾക്ക് നമ്മൾ അവസരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ പെരുമാറ്റത്തിലും ജീവിതശൈലിയിലും ആളുകളോടുള്ള സമീപനത്തിലുമൊക്കെ മാറ്റം വരുത്തുമ്പോഴാണ് നമ്മൾ റിഫൈൻഡ് ആകുന്നത്. അങ്ങനെ എത്ര പേർ കഴിയുന്നുണ്ട്, എത്ര പേര് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് സങ്കടം തോന്നിയിട്ടുള്ള ഒരു വസ്തുത, ഈ പണ്ട് ജന്മിമാർ അടിയാളന്മാരോട് കാണിക്കുന്ന ഒരു സമീപനം, അതേ സമീപനം ഈ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വളർന്നു വന്നവർ അവർക്ക് താഴെയുള്ളവരോട് കാണിക്കുന്നു. അതൊരു ഒരു ശരിയായ ഒരു സംഗതിയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാകാം. നമ്മൾ അവരെ ഒരു നരവംശാസ്ത്രജ്ഞനുണ്ടായിരുന്നു, പേര് ശ്രീനിവാസൻ അയ്യപ്പൻ. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സെൻറ്റിനറിയൊക്കെ ആഘോഷിച്ചിരുന്നു. അദ്ദേഹം പറയുന്ന ഒരു തിയറിയുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞത് സാൻസ്ക്രിറ്റൈസേഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. സാൻസ്ക്രിറ്റൈസേഷൻ, സംസ്കൃതം എന്ന് പറഞ്ഞാൽ കൂടിയ ഭാഷ. സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ സവർണവൽക്കരണം എന്നാണ് എൻ്റെ മലയാളം. അതായത് സവർണ മൂല്യങ്ങളോട് അവർണ വിഭാഗത്തിലുള്ളവന് അഭിനിവേശം തോന്നുന്ന ഒരു പ്രക്രിയയാണത്. ഞാൻ മറ്റവനോടൊപ്പം നിൽക്കണമെങ്കിൽ അവൻ്റെ ജീവിത മൂല്യങ്ങളെ ഞാൻ എന്ത് ചെയ്യണം, സ്വീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യണം. പണ്ട് എങ്ങനെയാണോ ഒരു നായർ പ്രമാണി ബാക്കിയുള്ളവരോട് പെരുമാറിയത്, ഇന്നത്തെ നായന്മാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, പണ്ട് ആ വാക്ക് ശ്രദ്ധിക്കാം. ഇങ്ങനെ വരുന്നവരും ഇതിൽ നിന്ന് ഉയർന്നു വന്നവരും തനിക്ക് താഴെയുള്ളവരോട് ഈ സമീപനമാണ് വെച്ച് കൊടുത്തത് സാനിറ്റൈസേഷൻ. ഇത് ഒരു ആസ്പെക്റ്റാണ്. രണ്ടാമത്തെ ആസ്പെക്റ്റ്, ഞാൻ ഇങ്ങനെ വന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും താഴെയാണെന്ന് മറ്റുള്ളവർ ധരിച്ചാലോ. അപ്പോൾ പുതിയ ബ്രാഹ്മണ്യത്തിലേക്ക്, പുതിയ സവർണതയിലേക്ക് പോകുന്ന ഒരു പ്രവണത, ഒരു രീതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എത്രത്തോളം ആശാസ്യമാണെന്നുള്ളത്, എത്രത്തോളം ആശാസ്യമാണ്. അപ്പോൾ നമ്മൾ ഗുരുവിൻ്റെ ദർശനം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കേണ്ട ഒരു മെറ്റമോർഫോസിസ് ഉണ്ട്, വലിയ മാറ്റമുണ്ട്. നമുക്ക് ഒരു വലിയ മാറ്റം സംഭവിക്കണം നമ്മുടെ ചിന്തയിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ സമീപനത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ആദ്യേത് രണ്ടാമതേത് എന്നുള്ള ആ ക്രമത്തിൽ ഒക്കെ നമ്മൾ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നില്ല. പണ്ട് ഇവിടെ ഒരു ദലിത് മന്ത്രി ഉണ്ടായിരുന്നു, മരിച്ചുപോയി. അയാൾ തിരുവനന്തപുരത്ത് വന്ന് ശാസ്തമംഗലത്ത് ഒരു വീട് വെച്ചു. എന്നിട്ട് അങ്ങനെ ഒരു വലിയ ഗമയിൽ പറയാണ്, ഞാനിവിടുത്തെ നായന്മാരുടെയൊക്കെ ഒരു വീട് വെച്ചു. അപ്പോൾ ദലിതനായ മന്ത്രി നായരുടെ ഇടയ്ക്ക് വീട് വെച്ചപ്പോൾ അയാൾ നായരായി, അല്ലെങ്കിൽ അയാൾക്കെന്തോ കിട്ടി എന്നുള്ളതാണ്. മന്ത്രിയുടെ പേര് ഞാൻ പറയുന്നില്ല, മരിച്ചുപോയി. ശാസ്തമംഗലം നായരെന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തിരുവനന്തപുരത്ത് ശാസ്തമംഗലം നായരെന്ന്, കൂടിയ നായരെന്ന്. അപ്പോൾ അതൊക്കെ ഇപ്പോഴും വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. ഈ പഴയതിൻ്റെ അവശിഷ്ടം കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. ഒരു കഴുതയുടെ പുറത്ത് പഞ്ഞി ചാക്ക് വെച്ചിട്ട് കൊണ്ടുപോയി. ഒരു നദി കടന്നു പോകണം. നദി കടന്നപ്പോൾ എന്ത് ചെയ്തു, പഞ്ഞി കുതിർന്ന് കഴുത ചുമന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ പഴയതിനെയൊക്കെ ചുമക്കുന്ന പല ആളുകളും നമ്മുടെ ഇടയ്ക്കുണ്ടെന്നുള്ളതാണ്. ഈ ഒരു കഴുത പഞ്ഞി ചുമന്ന പോലെ എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂടെ ആ പഴയതിൻ്റെ അവശിഷ്ടങ്ങളെ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ആ നിലയ്ക്ക് നമ്മളതിനെ വിലയിരുത്തുക. അപ്പം മതങ്ങളെ സംബന്ധിച്ച് ഇതാണ് അതിൻ്റെ അകത്ത് യുക്തിയുടെ ഒരു അടിസ്ഥാനമായിട്ട് കാണുന്നത്. ഇനി മതങ്ങളെ നമ്മൾ വിഭജിച്ച് നോക്കിയാൽ സെമിറ്റിക് മതങ്ങളെന്നും അല്ലാത്ത മതങ്ങളെന്നും പറയും.
ഒരു പൊതുവായ ഗ്രന്ഥവും ഒരു പൊതുവായ പ്രവാചകനും ഉണ്ടെങ്കിൽ ആ മതത്തിനെയാണ് നമ്മൾ സെമിറ്റിക് മതം, സുമേറിയയിലുണ്ടായത് എന്നുള്ള അർത്ഥമാണ് സെമിറ്റിക് എന്ന് പറയുക. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഈ ക്രിസ്തു മതവും മുഹമ്മദൻ മതവും പിന്നെ ജൂത മതവും ഒക്കെ വേണമെങ്കിൽ ഒരു സെമിറ്റിക് മതം എന്ന് പറയും. അതേസമയം നമ്മൾ ഇന്ത്യയിൽ നോക്കിയാൽ ഒരു പൊതു ഗ്രന്ഥമില്ല. ഇപ്പോൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചില ആളുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അത് ഗീതയോ ഇതൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. തിരുവനന്തപുരത്തെ വൈകുന്നേരങ്ങളിൽ പണ്ടിങ്ങനെ ഗീതാ പ്രഭാഷണം എന്നൊക്കെ പറഞ്ഞ് വലിയ ബോർഡ് കണ്ടിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും അതിൽ ഒരു കൗതുകം തോന്നിയിട്ടുണ്ട്. ചിലർ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ പലരും ഒരു സമൂഹത്തിലൊരു പ്രത്യേക തട്ടിലുള്ളവരാണ്. അപ്പോൾ ഇത് ഒരു ഗ്രന്ഥമില്ല നമുക്ക്. ഹിന്ദു മതം ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പ്രവാചകനുമില്ല. അപ്പോൾ പല നാട്ടിൽ, പല സ്ഥലത്ത്, പല പ്രദേശത്ത് പല രീതിയിൽ ജീവിച്ചു വന്നിരുന്ന വിവിധ സംസ്കാരവും ആചാരങ്ങളും ഉണ്ടായിരുന്ന ജനതയെ ഒരുമിച്ച് കൂട്ടി, ബ്രിട്ടീഷുകാരൻ വന്ന് ഒരുമിച്ച് കൂട്ടി ഒരു പിന്നെ സെൻസസ് നടത്തി ഒരു പേരും തന്ന് വെച്ചു. അപ്പോൾ അതിലൊക്കെയാണ് നമ്മളിപ്പോൾ തന്നെ കാണേണ്ടത്. അപ്പോൾ ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ ഈ യുക്തിക്ക് നിരക്കാത്ത ഒരു സംഗതിയാണ് ഈ ബ്രഹ്മാവിൻ്റെ പ്രത്യേക സ്ഥാനത്ത് നിന്നൊക്കെ ആളുകൾ ജനിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഗുരുദേവൻ അതിനെ പരിഹസിച്ച് ഇങ്ങനെയെന്നാണ് ഞാൻ ചിലത് വായിച്ചിട്ടുള്ളത്. ഇതെന്താ വൃക്ഷത്തിൽ നിന്ന് പൊട്ടിമുളയ്ക്കും പോലെയാണ്, വൃക്ഷത്തിൽ നിന്ന് പൊട്ടിമുളയ്ക്കും പോലെയാണ്. അപ്പോൾ അങ്ങനെ കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള നിലയ്ക്കാണ് ഇത് പറഞ്ഞത്. ആ നിലയ്ക്കാണ് കണ്ടത്. ഇനി ജാതി നമ്മൾ നോക്കിയാൽ എങ്ങനെയാണ്? ഇതുവരെ പറഞ്ഞിരുന്നത് ജാതി വേണ്ട, ജാതി മാറണം എന്ന് ഉറച്ച് വിശ്വസിക്കുകയും ആ നിലയ്ക്ക് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മഹാനാണ് ഗുരുദേവൻ. ജാതി എന്ന് പറയുന്നത് ജാതി ഇല്ല, മനുഷ്യജാതിയാണെന്ന് നമുക്ക് ജാതി നിർണയത്തിലേക്ക് അത് പറയുന്നുണ്ട്. ബ്രാഹ്മണൻ എന്ന് പറയുന്ന ആരുമില്ല. ഈ സത്യം ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. ഒരു സംശയം അല്ലെങ്കിൽ ഒരു പരിതാപമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ എത്ര പേരാ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടവർ എത്ര പേരുണ്ട്? ഞാൻ അടുത്ത കാലത്ത് മനസ്സിലാക്കുന്നത് ഈ ബ്രാഹ്മണ ശാപം എന്ന് പറഞ്ഞൊരു ശാപം ഉണ്ടെന്നാണ്. ബ്രാഹ്മണ ശാപം, അങ്ങനെ ഒരു ശാപം ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. അല്ല, ബ്രാഹ്മണ ശാപം ഉണ്ടോ എന്നല്ല, ബ്രാഹ്മണന് ശപിക്കാൻ പറ്റുമോ? ഈ പണ്ട് ഈ മുനിമാരൊക്കെ ശപിച്ചതായിട്ട് കേട്ടിട്ടുണ്ടല്ലേ? പിന്നെ ഒരു മുനി ശപിച്ചപ്പോൾ ഒരു കല്ലായി മാറി, രാമൻ ചവിട്ടിയപ്പോൾ അത് വീണ്ടും എന്ത് ചെയ്തു, സ്ത്രീയായി മാറി എന്നൊക്കെയുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ബ്രാഹ്മണൻ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ചോദിച്ചോ. ഇത് പറയുമ്പോൾ എനിക്ക് ജഗതി ശ്രീകുമാറിൻ്റെ ഒരു പ്രകടനമാണ് ഓർമ്മ വരുന്നത്. ജഗതി ശ്രീകുമാർ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് പൈസ കൊടുക്കും, കുറച്ച് പൈസ കൊടുക്കുമല്ലോ. പൈസ ചോദിക്കുമ്പോൾ ഇയാൾ ഇതിനെടുത്ത് പിന്നെ മന്ത്രമൊക്കെ കാണിച്ചെടുത്ത് കൊടുക്കും. ഇവൻ പേടിച്ചു പോകും, ഓട്ടോക്കാരൻ പേടിച്ചു പോകും, ഓട്ടോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അവർക്ക് ഇത്തരം ചില കൈക്രിയകളും ഏർപ്പാടുകളും ഒക്കെ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. തരികിട പരിപാടി എന്നൊക്കെ എന്നെ വേണമെങ്കിൽ പറയാം. തരികിട പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ഈ വർഷത്തിലൊരു തവണ തറരക്ഷ കഴിക്കുക എന്നൊരു സംഗതിയുണ്ട്. ഈ പേയും പിശാചും ഒന്ന് ഉപദ്രവിക്കുകയും വീട്ടിനെ ഇങ്ങനെ ചുറ്റിനൊക്കെ ഒരു മന്ത്രവാദി വന്ന് ഹോമമൊക്കെ നടത്തി പിന്നെ ഈ ചുണ്ടാമ്പൊക്കെ കലക്കി അതിനെ ചോപ്പിച്ച് അതെടുത്ത് ഗുരുതിയൊക്കെ ഇളക്കി. അപ്പോൾ അന്ന് ഈ കോഴി വെട്ടാതെ അതിൻ്റെ ഇതാണ് മറ്റേ കുമ്പളമൊക്കെ വെട്ടി എടുത്ത് എന്നിട്ട് ഈ തകിടെല്ലാം കൂടി വീട്ടിൻ്റെ 4 ഭാഗത്തും കൂടെ ഒന്ന് കുഴിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, കുഞ്ഞുനാളിലേക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു 10-15 വയസ്സായി പിന്നെ അതവിടെ ചെയ്തായിരുന്നു കണ്ടു. പിന്നെ വേണ്ട, തറരക്ഷയാണ്, നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞെന്നുള്ളത് ഇതൊക്കെ ചെയ്താൽ കണ്ടിട്ടുണ്ട്. അത് ചെയ്ത തെറ്റോ ശരിയോ എന്നുള്ളതല്ല, അന്നത്തെ ഒരു രീതി അങ്ങനെയായിരുന്നു. ഇതുപോലെ ചില മൂഢമായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ നമുക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ബ്രാഹ്മണന് മഹത്വം കൽപ്പിക്കണം, അവൻ പണ്ഡിതനാണ് അല്ലേ? ഇയാളുണ്ടല്ലോ ഒരു ബ്രാഹ്മണൻ ഉണ്ടല്ലോ, മീശയൊന്നും വയ്ക്കാതെ ടി വിയിലൊക്കെ ഇരുന്ന് വർത്തമാനം പറയുന്നത്, ഈ ശബരിമല തന്ത്രിയുടെ കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ. അയാളൊരു ചർച്ചയിൽ പറഞ്ഞതാണത്. ഞങ്ങൾ ബ്രാഹ്മണരായി ജീവിച്ചതുകൊണ്ട് നമ്മുടെ കുറ്റമാണ്. നമ്മൾ പൂജാവിധികളെ ശാസ്ത്രീയമായി ചെയ്യാൻ നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോടൊന്നും വിരോധമില്ല. ബ്രാഹ്മണ വിരോധം വെച്ച് പുലർത്തേണ്ട കാര്യം ഇങ്ങനെയൊക്കെ പറയുന്നൊരു പയ്യനാണ് നമ്മൾ ബ്രാഹ്മണൻ. അപ്പോൾ ബ്രാഹ്മണരെ അവർക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന കർമ്മം ഇതാണ് എന്ന് പറഞ്ഞാൽ അവരാരും ഡോക്ടറാകാൻ ശ്രമിക്കരുത്.
അവരാരും എഞ്ചിനീയറാകാൻ ശ്രമിക്കരുത്. അല്ലെ, അതൊന്നും അവർക്ക് വിധിക്കപ്പെട്ടതല്ല. അത് കൊല്ലനാണ് എഞ്ചിനീയർ ആകേണ്ടത്, അല്ലേ? കൊല്ലനല്ലേ എഞ്ചിനീയർ ആകേണ്ടത്? അവർക്ക് അധ്യാപകനാകാം വേണമെങ്കിൽ, വേദപഠനമൊക്കെ ഉള്ളത്. ഇതെന്നെ ഇവർ ഡോക്ടറാകുന്നേ? ഇവരെന്തിനാ രാഷ്ട്രീയത്തിലിറങ്ങി മന്ത്രിമാരാകുന്നത്? ഇത് അവർക്ക് വിധിക്കപ്പെട്ടതല്ലേ? പൂജ ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട്, അവരെ പൂജ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയല്ല, അത് സൗകര്യത്തിന് വേണ്ടി സൗകര്യം പോലെ വർത്തമാനം പറയുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ഗുരുദേവൻ ജാതിയെ നിർദ്ധാരണം ചെയ്തിരിക്കുന്നത് ശാസ്ത്രീയമായിട്ടാണ്, ബയോളജിക്കലായിട്ടാണ്. അതിനകത്ത് ആരും ഇതുവരെ അതിനെ എന്ത് ചെയ്തിട്ടില്ല, ഖണ്ഡിച്ചിട്ടില്ല. ഒരു മനുഷ്യനും ഖണ്ഡിച്ചിട്ടില്ല. മനുഷ്യാണാ മനുഷ്യത്വം ജാതിർ എന്താണ് ഗോത്വം ഗവാം യഥ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരുത്തരമില്ല. അതുപോലെ അതിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരു യോനി, ഒരു ആകാരം, ഒരു ഭേദവുമില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഗുരുദേവൻ പറഞ്ഞ് അത് പഠിച്ച് അതിൻ്റെ തണലിൽ വളർന്ന് അതിലൂടെ അതിൻ്റെ സംഘടനയിലെല്ലാം പ്രവർത്തിച്ചു വരുന്ന ആളുകളും ഇപ്പം ബ്രാഹ്മണ പൂജ ചെയ്യുന്നുവെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപകടകരമായൊരു സംഗതിയാണ്. ബ്രാഹ്മണൻ മനുഷ്യനാണ്, നമുക്കതിനെ ഇഷ്ടപ്പെടാതിരിക്കാം, വ്യക്തി എന്നുള്ള നിലയ്ക്ക്. നേരത്തെ ഞാൻ പറഞ്ഞതാണല്ലേ, അവർ പൂജയാണ് അവരുടെ തൊഴിലെങ്കിൽ അവർ ഡോക്ടറാകരുത്, അവർ മന്ത്രിയാകരുത്. കാരണം അവർ ഇങ്ങനെ ഇരുന്നാൽ മതി. നിങ്ങൾക്കറിയാമല്ലോ, പഴയ രാജാപ്പാട്ട് സിനിമകൾ കാണുമ്പോൾ അറിയാം, അതിലിങ്ങനെ വെളുത്ത താടിയൊക്കെ ഉള്ള ഒരാളിരിക്കും, ആചാര്യൻ. അയാൾ രാജസദസ്സിലെ അംഗമാണ്, രാജാവിൻ്റെ സംശയങ്ങൾ തീർക്കുന്ന ആളാണ്, അധികാരവർക്കാണ് രാജാവിന്. അപ്പം അങ്ങനെയൊക്കെ എടുക്കാം, ഉപദേശകനായിട്ടൊക്കെ എടുക്കാം. പക്ഷെ ഇതാണ് എൻ്റെ ഒരു. അപ്പം നിങ്ങൾ നീ പറയാനാണെങ്കിൽ ആ ജോലി ചെയ്യുക, നീ ഈഴവനാണെങ്കിൽ ആ ജോലി ചെയ്യുക. ഡോക്ടർ പൽപ്പു ജോലിക്ക് അപേക്ഷിച്ചപ്പോൾ പറഞ്ഞതാണ്, നിങ്ങൾ പോയി നിങ്ങളുടെ പരമ്പരാഗതമായ തൊഴിൽ ചെയ്താൽ മതി, തെങ്ങ് ചെത്താനാണ് പറഞ്ഞത്, തെങ്ങ് ചെത്തിയാൽ മതി എന്നാണ്. പൽപ്പു അത് കേട്ടില്ല. പൽപ്പു പോയി അപ്പുറത്ത് പോയി ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചു തിരിച്ചു വന്നു, ഒരു നല്ല പ്രശസ്തനായ ഡോക്ടറായി. ഒരു സാമൂഹ്യ മാറ്റത്തിന് ഉതകുന്ന തരത്തിൽ തൻ്റെ സമ്പാദ്യം മുഴുവനും ഉപയോഗിച്ച് ഒരു സംഘടനയെ പരിപാലിച്ച് ഈ രാജ്യത്ത് മാറ്റം ഉണ്ടാക്കുന്നു. അപ്പോൾ അത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പൽപ്പുവിൻ്റെ പ്രവർത്തന ശൈലിയോ, പക്ഷേ ഇതുണ്ടായിരുന്നു. കുമാരനാശാനെ പഠിപ്പിക്കുന്ന കാര്യത്തിലോ ഗുരു ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും വലിയ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നടന്നു കയറാൻ കഴിയും എന്നാണ്. നിങ്ങളെല്ലാം പണമാണ്, നമ്മളെല്ലാം പണമല്ല, നിങ്ങളെല്ലാം പണമാണെന്നാണ്. ഒരു പുലയരുടെ ഒരു യോഗത്തിൽ സംബന്ധിച്ചിട്ട് പറഞ്ഞാണ്, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ മദ്യപിച്ചൊന്നും കളയാതെ സൂക്ഷിച്ചു വെക്കണം, കുട്ടികളെ പഠിപ്പിക്കണം, കുടുംബം നന്നാക്കണം. ഇവിടെ അടുത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ യുക്തിയുണ്ടോ? ഈ പറഞ്ഞതിൽ യുക്തിയുണ്ടോ? നിങ്ങൾ പുലയരായത് നിങ്ങളെ വിധിയാണ്, നിങ്ങളിങ്ങനെ കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. പ്രചോദനാത്മകമായ ഒരു സമീപനമാണ് ഗുരുദേവനുണ്ടായിരുന്നത്. ആരെയും നിരാശപ്പെടുത്തിയിരുന്നില്ല. അത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ഗുരുവിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു, ഗുരുവിനോട് ആദരവുണ്ടായിരുന്ന ആളായിരുന്നു. കവിത എഴുതി, കവിത എഴുതി. അപ്പോൾ ഒരിക്കൽ ശിവഗിരി പോയപ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, പപ്പടം കൊടുത്തപ്പോൾ പൊടിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പം ഉള്ളൂരിന് മനസ്സിലായി പൊടിഞ്ഞു എന്ന് മനസ്സിലായി. കാരണം അടുത്തിരിക്കുന്ന കുട്ടികൾ വിവിധ ജാതിയിൽപ്പെട്ടവരാണ്. അപ്പോൾ ആഢ്യബ്രാഹ്മണനായ തമിഴ് ബ്രാഹ്മണനായ ഹജൂർ കച്ചേരിയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ബഹുമാനിച്ചിരുന്നു, മനസ്സിലാക്കിയിരുന്നു ഇതെന്നുള്ളതാണ്. ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം എന്ന് പറഞ്ഞൊരു ഒരു വലിയ ഇങ്ങനെ കാണാതെ പഠിച്ചിട്ടുള്ള കൃതിയാണ്. അടുത്ത് നിൽപ്പോ രണിജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർ അരൂപനീതി ശിഷ്യന് അദൃശ്യനായാൽ അതിലെന്താ ചെയ്യുക എന്ന് ഇങ്ങനെ പറഞ്ഞു. പിന്നെ അയ്യൻ പുലയനിലും തമ്പ്രാനിലും ഒക്കെ ഉള്ളതൊന്നു തന്നെയാണെന്നാണ്. ആദിത്യനിലുണ്ട്, അണുകർമ്മികളിലുണ്ട്, അയ്യൻ പുലയനിലുണ്ട് എന്നിങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ഒരൊറ്റ മതമുണ്ടിലകിൽ നീരാം പ്രേമമതൊന്നല്ലോ പരക്കെ നമ്മെ പാലമൃതൊട്ടും പാർവണ ശശിബിംബം ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു കവിത, ഉള്ളൂരിൻ്റെ കവിത. അത് വളരെ നല്ല ഇഷ്ടം തോന്നുന്ന ഒരു കവിതയാണ്. നമുക്ക് വായിച്ചാൽ ഒരുപാട് പേര് അതുപോലെ പ്രജകൾ ജഗത്തിൽ സുഹൃതികൾ ജായ പതികൾ നടും ശുഭമാം പരസ്പര പ്രണയാമത തെരുവിൽ ഫലപ്രകാണ്ഡങ്ങൾ. ജനങ്ങൾ ആരെന്ന് ചോദിച്ചാൽ പ്രജകൾ ജഗത്തിൽ സുഹൃതികൾ, നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർ, ജായാപതി ഭാര്യയും ഭർത്താവും, പരസ്പര പ്രണയമാകുന്ന അമരവൃക്ഷത്തിൻ്റെ ഫലങ്ങളാണ് കുട്ടികൾ എന്നാണ് പറയുന്നത്. നമ്മൾ ഈ കുടുംബജീവിതമൊക്കെ തുടങ്ങാൻ പോകുന്നവർക്ക് പരീക്ഷിക്കാവുന്നൊരു സംഗതിയാണ്.
നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ അവർ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിൻ്റെ ആഴം എത്രയുണ്ടോ അതിനനുസരിച്ചിരിക്കും ആ കുട്ടിയുടെ പ്രകൃതി എന്നുള്ളതാണ്. ഉള്ളൂരിനെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ നോക്കുക. അപ്പോൾ ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഒരു മിത്താണ്. അതുപോലെ തന്നെ അപകർഷത, ജാതി കുറവ് എന്ന് പറയുന്നത് വേറൊരു മിത്താണ്. ഇത് രണ്ടിനും അപ്പുറമുള്ളത് എന്താണ്? ഞാനെന്ന യാഥാർത്ഥ്യമാണ്. ഈ ഞാനെന്ന യാഥാർത്ഥ്യത്തെ ഞാൻ തിരിച്ചറിയണമെങ്കിൽ എനിക്ക് എന്നെക്കുറിച്ചൊരു അഭിപ്രായമാണ്. അങ്ങനെ ഒരു വലിയ ജനതയ്ക്ക് സ്വയം അഭിമാനവും അഭിപ്രായവും ഉണ്ടാക്കിയെടുക്കാൻ സഹായിച്ച മഹാനാണ്, അധ്യാപകനാണ്, ഗുരുവാണ്, സന്യാസിയാണ്, സാമൂഹ്യ പരിഷ്കർത്താവാണ്, പണ്ഡിതനാണ്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ് പറയുന്നത്, ഈ ഇപ്പോൾ പറയുന്നൊരു വാക്കുണ്ടല്ലോ, വേദാന്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മളിൽ യുക്തിബോധവും ചിന്തയും ജനിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് ഗുരു വഹിച്ചിട്ടുണ്ട്. ഓരോ മൂർത്തമായ സാഹചര്യത്തിലും അതിനെ വിലയിരുത്തുന്നതിൽ ഈ ഒരു ലക്ഷണം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ബ്രഹ്മസങ്കല്പത്തെ ഗുരു നിഷേധിച്ചിട്ടേയില്ല. ബ്രഹ്മസങ്കല്പത്തെ നിഷേധിച്ചിട്ടേയില്ല. അത് തിരിച്ചറിയണം. അങ്ങനെ നിഷേധിച്ചിട്ടില്ല. പക്ഷേ കഷ്ടപ്പാടുകൾ മനുഷ്യനിർമ്മിതമാണോ ദൈവം തന്ന വിധിയാണോ എന്ന് തീരുമാനിക്കാൻ ഗുരു ആരോടും പറഞ്ഞു. അത് നിലനിൽക്കുന്ന സാമൂഹ്യ ക്രമത്തിൻ്റെ ഉൽപ്പന്നമാണെങ്കിൽ ആ സാമൂഹ്യ ക്രമം മാറണമെന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മളത് തിരിച്ചറിയുക, കാണുക എന്നുള്ളത്. ഇനി ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞു നിർത്താം. പിന്നെ ഈ ചോദ്യം ചെയ്യുന്നവരോട് ഗുരുവിന് പ്രത്യേകിച്ച് ബഹുമാനമായിരുന്നു. അതിനൊരു തെളിവാണ് ഗുരുവും സഹോദരൻ അയ്യപ്പനും തമ്മിലുള്ള ബന്ധം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം. ഇങ്ങനെ പറഞ്ഞ അയ്യപ്പനെ അടുത്ത് പിടിച്ച് അണച്ചു നിർത്തിയ ആളാണ് ഗുരുദേവൻ. ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ കുറിച്ച് വെച്ചിരുന്നത് എന്നെടുക്കാൻ മറന്നുപോയി. അയ്യപ്പനിപ്പോൾ വലിയ ക്ഷീണമാണല്ലേ. അയ്യപ്പന് ആകെ ക്ഷീണിച്ചിട്ടാണ്. വിളിച്ചുകൊണ്ട് പോകുന്നവരൊന്നും കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ. ഗുരു സഹോദരൻ അയ്യപ്പൻ്റെ ക്ഷീണം മനസ്സിലാക്കിയിട്ട് അടുത്തിരുന്ന ആളിനോട് പറഞ്ഞ കമൻ്റാണ്. എന്തുമാത്രം താല്പര്യം അല്ലെങ്കിൽ എന്തുമാത്രം ഉത്കണ്ഠ അയ്യപ്പൻ്റെ കാര്യത്തിൽ ഗുരുവിനുണ്ട് എന്നുള്ളതിന് തെളിവാണ്. അതുപോലെ തന്നെ അയ്യപ്പനെ ദൈവനിഷേധിയാണ്, ദൈവമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. സ്വാമിയെ പിടിച്ച് വിലക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ മറുപടിയാണ്, അയ്യപ്പൻ്റെ പറച്ചിലേ ദൈവമില്ലാതല്ലോ, അയാളുടെ പ്രവൃത്തിയിൽ ദൈവമുണ്ട്. അപ്പോൾ എവിടെയാണ് ദൈവം? ദൈവം പ്രവൃത്തിയിലാണ്. അപ്പോൾ പ്രവൃത്തിയിൽ ദൈവമുണ്ട്. അതിന് നിങ്ങൾ അതുകൊണ്ട് വിഷമിക്കുന്നു വേണ്ടത്. അപ്പം ഈ ഒരു കാര്യത്തെ, ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ എന്ത് തരത്തിൽ വേണമെങ്കിലും ആ സന്ദർഭത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നുവെങ്കിൽ അതിന് യുക്തിചിന്ത ആവശ്യമാണ് എന്നുള്ളതാണ്. ഗുരു ഇതിൻ്റെ ഒരു വലിയ ഉസ്താദായിരുന്നു. ആ നിലയ്ക്കുള്ള പ്രചോദനം സമൂഹത്തിൽ വരുത്താൻ പറ്റും. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്ന് പറഞ്ഞൊരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം കുറേ നാൾ പിന്നെ അദ്വൈതാശ്രമത്തിലെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഗുരുവിൻ്റെ അടുത്ത ആളായിരുന്നു. അറിയപ്പെടുന്ന ഒരു യുക്തിവാദിയായിരുന്നു. പിന്നെ ഉള്ള ഒരു ആളെന്ന് പറഞ്ഞാൽ MC ജോസഫ് എന്ന് പറഞ്ഞ ആളുടെ വക്കീലായിരുന്നു. അദ്ദേഹം ഗുരുവിൻ്റെ അടുത്ത ആളായിരുന്നു. കേരളത്തിൽ യുക്തിവാദ പ്രസ്ഥാനം ഉണ്ടാക്കിയതിൽ മുൻപന്തിയിൽ നിന്നൊരാളാണ് ഈ MC ജോസഫ്. MC ജോസഫ് വീട് വെച്ചപ്പോൾ ഒരു വീട് വയ്ക്കാൻ ഈ പറയുന്ന പ്രാചീന പ്രമാണമനുസരിച്ചുള്ള എന്തെല്ലാം വേണോ അതിനെയൊക്കെ തലകുത്തനെ വെച്ചിട്ടാണ് അങ്ങനെ വീട് വെച്ചത്. 90 വയസ്സ് വരെ അങ്ങോട്ട് ജീവിച്ചിരുന്നു. 7 മക്കളുണ്ടായിരുന്നു. അവരെല്ലാം നല്ല നിലയ്ക്കായി. അപ്പോൾ വിശ്വാസത്തെ ആ നിലയ്ക്ക് സോദാഹരണ സഹിതം പിന്നെ തർക്കിക്കുകയും തോൽപ്പിക്കുകയും ചെയ്ത അന്നത്തെ ഭൗതികവാദികൾ ഗുരുവിനെ ഇഷ്ടപ്പെട്ടവരായിരുന്നു, ഗുരുവിനോട് അടുത്ത് നിന്നവരായിരുന്നു. പക്ഷേ ഇതൊക്കെ തെന്നിയും തിരിച്ച് വരുള്ളൂ. അതുകൊണ്ടാണ് ഗുരു എന്ത് ചെയ്തത്, നമ്മൾ പിന്നെ ശിവഗിരി തീർത്ഥാടനം പറഞ്ഞപ്പോൾ ഈശ്വരവിശ്വാസം വേണം, ഈശ്വരവിശ്വാസം. പക്ഷെ ബാക്കിയെല്ലാം എടുക്കുക. ഈശ്വരവിശ്വാസം ബാക്കിയാൽ ബാക്കി 8 ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളത്. ഭൗതികമായ കൃഷി, കച്ചവടം, വ്യവസായം, അതുപോലെ പിന്നെ ശാസ്ത്ര സാങ്കേതിക പരിശീലനം, ഇങ്ങനെ പറഞ്ഞു വന്നതെല്ലാം മനുഷ്യൻ്റെ ജീവിത വരുമാനം ഉണ്ടാകുന്നതിനുള്ള ഉപദേശങ്ങളായിരുന്നു. ഈശ്വരവിശ്വാസത്തെ വേണ്ടെന്ന് പറഞ്ഞില്ല. ഈശ്വരവിശ്വാസം എല്ലാവരുടെയും മനസ്സിലും വേണം. ഇതാണ് മൂന്നാമത് വിദ്യാഭ്യാസം.
അപ്പോൾ ഇതാണ് നമ്മളതിനെ കാണുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ യുക്തിബോധം ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ എങ്ങനെ എടുത്താലും അത് ആ നിലയ്ക്ക് കാണുക, ആ നിലയ്ക്ക് അങ്ങനെ അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ജാതിക്കും മതത്തിനും എന്ത് വിലയാണ് ഗുരു കൊടുത്തിരുന്നതെന്നും എന്താണ് നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ കാര്യങ്ങളെ കാണേണ്ടതെന്നും നമ്മൾ നമ്മുടെ അനുഭവത്തിലൂടെ കാര്യങ്ങളെ വിലയിരുത്തുകയും ഇതുപോലുള്ള അറിവുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രയോഗിക്കുകയും ചെയ്യണം. ആരെങ്കിലും വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ, ഒരു ഹൈസ്കൂൾ അധ്യാപികയാണ്, ഞാൻ വീട് പണിഞ്ഞപ്പോൾ കുറച്ച് ഡിലേ വന്നു. എൻ്റെ ഭാര്യയോടൊന്ന് പറയണം, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സ്ഥലത്ത് പോയി എന്തെങ്കിലും അന്വേഷിക്കാം, ചോദിക്കാം എന്താണ് ഇതിൻ്റെ ഒരു തടസ്സം. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, നമുക്ക് അതിലൊന്നും കയ്യിൽ പൈസ ഇല്ലാത്തതാണ് നടക്കാത്തത്, അതിന് വേറെ കാര്യമൊന്നും. ഇപ്പോഴും അങ്ങനെ ഇരിക്കുന്ന, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പം ഒരു കാര്യത്തെയും ഒരാൾ പറഞ്ഞെന്നോ മനസ്സിലാക്കിയെന്നോ ഒരു സോഴ്സിൽ നിന്ന് കിട്ടിയെന്നുള്ളതല്ല, ഏത് കാര്യമായാലും നമ്മുടെ ബുദ്ധിക്കും വിവരത്തിനും അടങ്ങുന്ന രീതിയിൽ, അനുവദിക്കുന്ന രീതിയിൽ വിശകലനം ചെയ്ത് സ്വീകരിക്കുമ്പോഴാണ് എല്ലാം പൂർണ്ണമാകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഗുരുദേവ ദർശനം സമയമായില്ലേ, ഗുരുദേവ ദർശനം നമുക്ക് കിട്ടിയൊരു വലിയ അനുഗ്രഹമാണ്. ഞാൻ ബലമായി വിശ്വസിക്കുന്നത്, എൻ്റെ സാഹചര്യത്തിൽ 60 കൊല്ലത്തിന് മുമ്പ് എൻ്റെ നാട്ടിൽ നിന്ന് ഈ സ്വാധീനമില്ലായിരുന്നുവെങ്കിൽ, പഠിക്കാനും മനസ്സിലാക്കാനും കഴിയാതിരുന്നുവെങ്കിൽ, വിദ്യാലയ പ്രവേശനം, വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം, വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ളത്, നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പേ തിരുവിതാംകൂറിൽ സംവരണം വന്നു. അതാണ് ചരിത്ര സത്യം. അതാണ് എൻ്റെ ചരിത്ര സത്യം. അപ്പം ഇതൊക്കെ ഉണ്ടായതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ പ്രചോദനം, ഒരേ ഒരു പ്രചോദനം ഗുരുദേവൻ നൽകിയ ജീവിത വീക്ഷണവും ദർശനവുമാണ്. അവിടെ ജാതി, മതം, സമ്പത്ത് എന്നൊക്കെ പറയുന്നൊന്നുമില്ല. പണം വേണം, ആവശ്യത്തിന് വേണമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളിവിടെ പണം വാരിക്കൂട്ടുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതാരും കൊണ്ടുപോകുന്നില്ല എന്നുള്ളൊരു വേറെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മളതിനെ കാണുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഇതിനോടുകൂടി പ്രതിബദ്ധതയോടുകൂടി നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ്. ഈ ഒരു പുരോഗതിയൊക്കെ ഉണ്ടായതിൻ്റെ പിന്നിൽ അതിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് ഗുരുദേവനും ഗുരുദേവ ദർശനവുമാണ്. അതിന് നമ്മൾ ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളെയൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇതിന് അഭാവം നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. എല്ലാ ആളുകളെയും നെഞ്ചോട് ചേർത്ത് നിർത്തി ഒരു ജനതയുടെ മോചകനായി മാറിയ ഒരു വലിയ ആളാണ്, സന്യാസിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. നമസ്തേ. ഒരറിയിപ്പുണ്ട്. ഇവിടെ ഈ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്തിരുന്ന ശ്രീ സജീവ് കൃഷ്ണൻ സാർ, അദ്ദേഹം ചീഫ് എഡിറ്ററായി നടത്തി വരുന്ന ഗുരുസാഗരം ആധ്യാത്മിക മാസികയുടെ 7ാം പിറന്നാൾ ആഘോഷമാണ്. ആ പിറന്നാൾ ആഘോഷത്തോട് ബന്ധപ്പെട്ട് ഇവിടെ ഇരിക്കുന്ന ഗുരുഭക്തരെയും അഭ്യുദയകാംക്ഷികളെയും ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനെ നിങ്ങൾ ക്ഷണിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഞാൻ മൈക്കിന് പോലെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. ഞാൻ സജീവ് കൃഷ്ണൻ, ഈ ഗുരുസാഗരം മാസികയുടെ ചീഫ് എഡിറ്ററാണ്. ഇവിടെ ക്ലാസ് എടുക്കാൻ വരാറുണ്ട്. 2019 ഓഗസ്റ്റ് 18-നാണ് ഗുരുസാഗരം എന്ന് പറയുന്ന മാഗസിൻ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയത്. ഇത്രയും കളർഫുള്ളായിട്ട് ഇറക്കുന്നൊരു മാഗസിൻ ഇപ്പോൾ വേറെ ഇല്ല ഗുരുവിനെ സംബന്ധിച്ച്. അപ്പോൾ ഇത്തവണ 7ാം പിറന്നാളാണ് ഇതിൻ്റെ ആഘോഷിക്കുന്നത്. ഈ 18-ാം തീയതി തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 നമ്മുടെ തിരുവനന്തപുരത്ത് തൈക്കാട് ഭാരത് ഭവനുണ്ട്, സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള ഭാരത് ഭവൻ്റെ ഷെമ്മാങ്കുടി സ്മൃതി ഹാൾ എന്ന് പറഞ്ഞൊരു എസി ഹാളുണ്ട്. അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ആഘോഷം നടത്തുന്നത്.
ഞാൻ നിങ്ങളെ പ്രത്യേകിച്ചത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളെ കർണാടക സംഗീതത്തിൽ ചിട്ടപ്പെടുത്തിയിട്ട് കച്ചേരിയായിട്ട് അവതരിപ്പിക്കുക ആദ്യമായിട്ട്. ഗുരുവിൻ്റെ കൃതികളെ പലരും ഇപ്പോൾ പറഞ്ഞ പോലെ ദക്ഷിണാമൂർത്തി സ്വാമി, ദേവരായ മാസ്റ്റർ അടക്കമുള്ളവർ ട്യൂൺ ചെയ്ത് സംഗീതം നൽകിയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യേശുദാസ് ആദ്യമായിട്ട് പാടിയത് ജാതിഭേദം മതദ്വേഷം എന്നുള്ളതാണ്. ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണ്. അത് പാടിയിട്ടാണ് യേശുദാസ് സിനിമയിലേക്ക് വരുന്നത്. ജയചന്ദ്രൻ, പി ജയേന്ദ്രൻ, കഴിഞ്ഞിടയ്ക്ക് മരിച്ച പി ജയേന്ദ്രൻ ദേശീയ അവാർഡ് നേടുന്നത് ഗുരുവിൻ്റെ ശിവപ്രസാദ പഞ്ചകം പാടിയിട്ടാണ്. അപ്പോൾ ആ ഒരു പാരമ്പര്യത്തിൽ വന്നെങ്കിലും ദക്ഷിണാമൂർത്തി സ്വാമി നന്നായിട്ട് സംഗീതം നൽകിയിട്ട് ഡോക്ടർ കവിയൂർ രേവമ്മ അവർ പാടിയതാണ് ഇപ്പോൾ ഏറ്റവും പ്രശസ്തമായിട്ട് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതെല്ലാം ഗാനങ്ങളാണ്. ഇത് ആദ്യമായിട്ടാണ് ശാസ്ത്രീയ സംഗീതത്തിലേക്ക് വിവിധ രാഗങ്ങളിൽ ഗുരുവിൻ്റെ കൃതികൾ ചിട്ടപ്പെടുത്തിയിട്ട് 9 കൃതികളാണ് നമ്മളിപ്പോൾ അവിടെ അവതരിപ്പിക്കുന്നത്. കീർത്തന രമേശ് എന്ന് പറയുന്നൊരു കുട്ടിയാണ്, 22 വയസ്സേ ഉള്ളൂ. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ MA എക്കണോമിക്സ് വിദ്യാർത്ഥിയാണ്. നമ്മുടെ ബന്ധം പറയുകയാണെന്നുണ്ടെങ്കിൽ വാടപ്പുറം PK ബാവ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി നേതാവാണ്. ഗുരുവിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കൊണ്ടുപോയിട്ട് തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ എന്ന് പറയുന്ന തൊഴിലാളി സംഘടന 1922 ഉണ്ടാക്കിയ ബാവയുടെ മകൻ്റെ മകനാണ് രമേശ് ബാബു എന്ന് പറയുന്നത്. ജനയുഗത്തിലെ ചീഫ് എഡിറ്റർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളാണ് ഈ കീർത്തന രമേശ് എന്ന് പറയുന്നത്. ഇതിനോടകം തന്നെ ചെമ്പൈ സംഗീതോത്സവം അടക്കം വലിയ തലങ്ങളിൽ നടക്കുന്ന എല്ലാ സംഗീത പരിപാടികളിലും കച്ചേരി അവതരിപ്പിച്ച് പാറശാല പൊന്നമ്മാൾ എന്ന് പറയുന്ന സംഗീതജ്ഞയുടെ ശിഷ്യയായിരിക്കുന്ന ആളാണ്. അപ്പോൾ അവരെ നമ്മൾ വർഷങ്ങൾ കൊണ്ടാണ് ഇത് പരിശീലിപ്പിച്ച് സംഗീതം ആക്കിയിട്ട് ഇപ്പോൾ അവതരിപ്പിക്കാൻ അതിൻ്റെ അരങ്ങേറ്റം കൂടിയാണ്. അപ്പോൾ 3:30 പരിപാടികൾ തുടങ്ങും. അത് OV വിജയൻ്റെ അനുജത്തി കൂടിയായിട്ടുള്ള OV ഉഷ, കവയിത്രി OV ഉഷയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ഭാരത് ഭവൻ്റെ മെമ്പർ സെക്രട്ടറി കൂടിയായ സംവിധായകൻ പ്രമോദ് പയ്യന്നൂർ, ബാല്യകാല സഖി സിനിമയൊക്കെ ചെയ്ത പ്രമോദ് പയ്യന്നൂരാണ് നമ്മുടെ ഗുരുസാഗരം ഡിജിറ്റൽ എഡിഷനിലേക്ക് വരികയാണ്. ഇനി മൊബൈലിലും കമ്പ്യൂട്ടറിലൊക്കെ വായിക്കാവുന്ന രീതിയിൽ ഡിജിറ്റൽ എഡിഷൻ കൂടി വരികയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. B അരുന്ധതി, നമ്മുടെ പിന്നണി ഗായിക B അരുന്ധതിയാണ് ഈ കുട്ടിയുടെ ഈ സംഗീത കച്ചേരി ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമാണ്, ആരും ഇതുവരെ പരീക്ഷിക്കാത്തൊരു മേഖലയായതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് നേരിട്ട് ഞാൻ വന്നിട്ട് ക്ഷണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കുക. ഞാൻ കുറച്ച് ഇവിടെ തരാം. പിന്നെ ഈ ലക്കത്തെ ഗുരുസാഗരം മാസികയിൽ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. ഓരോ കൃതിയെയും ഓരോ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ആ രാഗവും ആ കൃതിയായിട്ടുള്ള ബന്ധം എന്താണ്, അതുപോലെ ഇതുവരെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളെ സംഗീതത്തിലേക്ക് ആക്കിയിരിക്കുന്നതിൻ്റെ ചരിത്രം, ഇതെല്ലാം നമ്മൾ ഇത്തവണത്തെ ഒരു കവർ സ്റ്റോറി ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. കുറച്ച് കോപ്പി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വരിക്കാരല്ലാത്തവർക്ക് വേണമെങ്കിൽ സിംഗിൾ കോപ്പി വാങ്ങാം. ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നപ്പോൾ. അതെ അതെ, വയലിനുണ്ട്, മൃദംഗമുണ്ട്. അത് വയലിനും മൃദംഗം എല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ഈ രംഗത്ത് നിൽക്കുന്ന ഇപ്പോൾ വൈക്കം പത്മകൃഷ്ണ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന വയലിനിസ്റ്റാണ്, സീനിയർ ലേഡിയാണ് അവർ. അതുപോലെ അഞ്ചൽ കൃഷ്ണയ്യർ, നാഞ്ചിൽ അരുള്, ഹരി നവനീത്, ഇവരിങ്ങനെ വളരെ പ്രശസ്തരായിട്ടുള്ള പക്കമേളക്കാരെ കൂടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഡിജിറ്റൽ സ്ക്രീൻ വെച്ചിട്ട് ഓരോ കൃതിയെക്കുറിച്ചിട്ടും നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് വീഡിയോ ആയിട്ട് തന്നെ അവതരിപ്പിച്ചിട്ട് ആണ് കച്ചേരി നടത്തുന്നത്. അത് വെറുതെ ഇരുന്ന് പാടുകയല്ല. വരുന്നവരിൽ ചിലപ്പോൾ കൃതി അറിയാത്തവരുണ്ടാവും, ഗുരു ഇത് എന്തിനു എഴുതിയെന്ന് അറിഞ്ഞോടാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊരു നമ്മളൊരു വീഡിയോ പ്രസൻറ്റേഷൻ കൊടുക്കും, ഈ കൃതി എന്താണ്, എങ്ങനെയാണ് എന്ന് അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം നടത്തുന്നത്. ഇത് കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം നടക്കുന്നത്. അപ്പോൾ എല്ലാവരും വരണം, ആ ഒരു ഭാഗ്യം അനുഭവിക്കണം. നമ്മൾ ഇവിടെ കൃതി പഠനമാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ 1 മാസം നമ്മൾ നടത്തുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇനി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു.